മിത്രങ്ങൾ അകന്നാലും ഈ ലോകരെല്ലാം നിന്നെ കൈവെടിഞ്ഞാലും, അപ്പനമ്മ മറന്നാലും മിത്രങ്ങൾ മറന്നാലും ഈ ലോകരെല്ലാം നിന്നെ കൈവെടിഞ്ഞാലും, നിന്നെ മറക്കാത്ത യേശുവുണ്ടെന്നു നീ അറിയുക. നിന്നെ മറക്കാത്ത യേശുവുണ്ടെന്നു നീ അറിയുക. ഹേ മനുഷ്യ, നീ സർവലോകവും നേടിയാലും നിന്റെ ആത്മാവിനെ നീ നഷ്ടമാക്കിയ എന്തു പ്രയോജനം, എന്തു പ്രയോജനം? ലോകം തരും സുഖം ശാശ്വതമല്ല, ഈ ലോകം തരും ഇമ്പം ക്ഷണികമല്ലോ. ഈ ലോകം തരും സുഖം ശാശ്വതമല്ല, ഈ ലോകം തരും ഇമ്പം ക്ഷണികമല്ലോ. ഈ കാണുന്നതെല്ലാം ഒരു നാൾ മാറിപ്പോകും, യേശുവിൻ വചനം മാത്രം നിലനിൽക്കുമേ. മനുഷ്യ, നീ സർവലോകവും നേടിയാലും നിന്റെ ആത്മാവിനെ നീ നഷ്ടമാക്കിയ എന്തു പ്രയോജനം, എന്തു പ്രയോജനം? ഹേ മനുഷ്യ, നീ സർവലോകവും നേടിയാലും നിന്റെ ആത്മാവിനെ നീ നഷ്ടമാക്കിയ എന്തു പ്രയോജനം, എന്തു പ്രയോജനം, എന്തു പ്രയോജനം, എന്തു പ്രയോജനം?
കണ്ണുകൾ ആ സ്വർഗീയ സന്തോഷത്തെ ക്രൂശിതനായവനെ തകരും ഈ ജീവിതം രക്ഷിപ്പാൻ ക്രൂശിതനായവനെ. ഞാനുഴലുമ്പോഴും മനോവേദനകൾ വന്നിടുമ്പോ കണ്ണുനീരാൽ ഞാനുഴലുമ്പോഴും കണ്ടില്ലെന്നോ ഞാനെൻ പ്രിയരെ ഈ പാപിയെ തേടി വന്നു. കണ്ടില്ലെന്നോ ഞാനെൻ പ്രിയനെ ഈ
അറിയിക്കുന്നു. ഇവിടെ എനിക്ക് മുൻപ് പല പ്രിയപ്പെട്ടവർ ഓർപ്പിച്ചതുപോലെ അടുത്ത് നെല്ലിക്കുന്ന് IPC ഇമ്മാനുവേൽ സഭയോടുള്ള ബന്ധത്തിലാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന പലരും നിങ്ങൾക്ക് പരിചിതരാണ്. അപ്പോൾ തന്നെ ദേശവാസികളായ നിങ്ങളെ ഇങ്ങനെ അഭിസംബോധന ചെയ്യുവാൻ ഞങ്ങൾക്ക് ലഭിച്ച ഈ വിലപ്പെട്ട നിമിഷം ഞങ്ങൾ വിലയേറിയതായി കരുതുന്നു. ഇന്ന് നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും അത്യന്തം അപകടകരമായ ഒരു സാമൂഹിക തിന്മയ്ക്കെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശ യാത്രയായിട്ടാണ്, ആ നിലയിലുള്ള ഒരവസരമായിട്ടാണ് ഞങ്ങൾ ഈ നിമിഷം വിനിയോഗിക്കുന്നത്. തുടർന്ന് ഞങ്ങളുടെ കൂടെയുള്ള പ്രിയപ്പെട്ടവർ ഈ വിഷയം സംബന്ധിച്ച് നിങ്ങളെ അഭിസംബോധന ചെയ്ത് ചില വാക്കുകൾ ഓർപ്പിക്കുന്നതായിരിക്കും. മാന്യമായ വിദ്യാഭ്യാസം ലഭിച്ച് ആ നിലയിൽ ഒരു തൊഴിലധിഷ്ഠിത കോഴ്സൊക്കെ എടുത്ത് മുന്നോട്ട് ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യ സഹോദരൻ സഞ്ജു തുടർന്ന് ഈ വിഷയത്തെ പുരസ്കരിച്ച് ചില വാക്കുകൾ ഓർപ്പിക്കും. നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഞങ്ങൾ ഇതിലേക്ക് ക്ഷണിക്കുന്നു. PVPയുടെ ആഭിമുഖ്യത്തിൽ ഇമ്മാനുവൽ ചർച്ച് നെല്ലിക്കുന്ന് നടത്തുന്ന മദ്യത്തിനും മയക്കുമരുന്നിനെതിരായ ഈ പരിപാടിയിലേക്ക് ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ എല്ലാവരെയും സ്നേഹവന്ദനം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ രാജ്യം അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനവും നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നങ്ങളിൽ ഒന്നാണ് മദ്യപാനവും മയക്കുമരുന്നും. നമ്മുടെ യുവത്വം ഇന്ന് ഇതിന്റെ പിടിയിൽ ആഴ്ന്നിറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പോലീസും സർക്കാരും ശക്തമായി ഇതിനോട് എതിർക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവർക്ക് ഒരു പരിമിതിയുണ്ട്. എന്നാൽ ഇതിനെതിരായുള്ള ഒരു നല്ലൊരു കാര്യമെന്ന് പറയുന്നത് ബോധവൽക്കരണമാണ്. നമ്മുടെ ചില 2014 പഠനങ്ങൾ പറയുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല ക്രിമിനൽ കുറ്റങ്ങളും അതുപോലെ തന്നെ ഡൈവോഴ്സുകൾക്കും 80% കാരണക്കാരൻ മദ്യപാനം എന്നാണ്. അതുപോലെ തന്നെ പലരും ചിന്തിക്കുന്നത് ഞാൻ മദ്യപിച്ചാൽ ഞാനല്ലേ നശിക്കുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. ഒരു വ്യക്തി നശിക്കുന്നതിലൂടെ ആ കുടുംബം നശിക്കും. ആ കുടുംബം നശിച്ചാൽ ആ സമൂഹവും നശിക്കും. പല കുട്ടികൾ പോലും അവരുടെ പാരൻസിൽ നിന്ന് കണ്ടുപഠിക്കുകയാണ് മദ്യപിക്കാനും ലഹരിക്ക് അടിമയാവാനും. പക്ഷെ പലപ്പോഴും അറിയാണ്ടും അറിഞ്ഞിട്ടും ഇവർ ചെയ്യുന്ന ഒരു തെറ്റ് എന്ന് പറയുന്നത് മദ്യപാനത്തിന്റെ ദൂഷ്യഫലം ഇവർ അറിയുന്നില്ല. ഇത് ലിവറിനെയും കിഡ്നിയും നശിപ്പിക്കും എന്ന് മാത്രമല്ല മരണകരമായ ക്യാൻസർ മുതലായ രോഗങ്ങളെയും ഇത് വരുത്തും. ഇതൊരു മലമ്പാമ്പ് ഒരു മനുഷ്യനെ ഞെക്കി കൊല്ലുന്ന പോലെ ഒരു അവസ്ഥയാണ്. പലരും ഇതിനെ ഒരു ഭക്ഷണ പദാർത്ഥമായിട്ടാണ് കാണുന്നത്. എന്നാൽ മദ്യവും ലഹരിയും ഒരു ഭക്ഷണ പദാർത്ഥമല്ല. ഒരു ഭക്ഷണം നമുക്ക് വേണ്ട എന്ന് വെച്ചാൽ വേണ്ടെന്ന് വിചാരിക്കാൻ കഴിയും. പക്ഷേ ഒരു മദ്യത്തിനും ലഹരിക്കും അടിമപ്പെട്ടവരെ ഇത് വേണ്ടാന്ന് വെച്ചാലും അവന്റെ ശരീരത്തിന് അത് സമ്മതിക്കത്തില്ല. അവന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങും. ഇതില്ലാണ്ട് അവന് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാവും. എൻ്റെ ഒരു കൂട്ടുകാരുടെ കഥ ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ 1ാം വർഷത്തിൽ ബിരുദത്തിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ അവന് സിഗരറ്റ് കിട്ടാണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അവൻ സിഗരറ്റ് വേണം, അല്ലെങ്കിൽ അവന് ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ അവൻ കാണിക്കും. അപ്പൊ ഞാൻ അവനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത് നിർത്താൻ. അപ്പം പറയും എനിക്ക് കഴിയും, പിന്നെ ഞാൻ നിർത്തും എന്നൊക്കെ പറയുമെങ്കിലും 3ാമത്തെ വർഷം ഞാൻ ഒരിക്കൽ ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പോൾ ഇവനും ഇല്ല, അവൻ്റെ ഒപ്പം ഉള്ള കുറെ കൂട്ടുകാരും കാണാനില്ല. പിന്നീടാണ് ഞാൻ അറിയുന്നത് ഇവനും കൂട്ടുകാരും കുറച്ച് ലഹരി വസ്തുക്കൾ കണ്ടുപിടിച്ചത് കാരണം പോലീസ് ഇവരെ പിടിച്ചു. അതുകൊണ്ട് തന്നെ ഇവർ 1 വർഷം സസ്പെൻഷൻ കിട്ടുവാനും ഇവരുടെ പാരൻസിനെ വിളിക്കാനൊക്കെ ഇടയായി. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കോളേജുകളിൽ ഇത് വളരെ സുലഭമായി ലഭിക്കുന്നു. എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിലും ഇത് പലപ്പോഴും ഈ യുവതലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരായി വ്യക്തമായി ബോധവൽക്കരണം പലപ്പോഴും ഇവർക്ക് ലഭിക്കുന്നില്ല. ഈ മദ്യപാനം തെറ്റാണെന്ന് പറയുമ്പോൾ ബൈബിൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? ബൈബിൾ പറയുന്നു മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. അപ്പൊ പലപ്പോഴും ചിന്തിക്കും എന്തുകൊണ്ടാണ് മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കാൻ പറ്റാത്തത്? കാരണം അവൻ പാപം ചെയ്യുകയാണ്. ആരോട്? ദൈവത്തോട്. അവനെ സൃഷ്ടിച്ച തന്റെ സൃഷ്ടാവോട്
അവൻ ലഹരി ഉപയോഗിക്കുന്നത് മൂലവും മദ്യം ഉപയോഗിക്കുന്നത് മൂലവും പാപം ചെയ്യുകയാണ്. അതിന് കാരണം വചനം പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. പല മതങ്ങളും പറയുന്ന പോലെ ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നത് പള്ളികളിലും ആണെന്ന് നമ്മൾ ചിന്തിക്കുന്നെങ്കിലും യഥാർത്ഥത്തിൽ പള്ളികളിലോ വിഗ്രഹങ്ങളിലോ അല്ല ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിലാണ്. ദൈവം നമ്മുടെ ശരീരത്തെ ദൈവത്തിന്റെ ആലയമായാണ് കണക്കാക്കുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ രോമത്തെ വെളുപ്പിക്കാൻ കഴിയത്തില്ല, കറുപ്പിക്കാനും കഴിയത്തില്ല. അല്ലെങ്കിൽ എൻ്റെ രോമത്തിന് കൺട്രോൾ പോലെ എനിക്ക് വളർത്താനും കഴിയത്തില്ല. എന്ന് വെച്ചാൽ എൻ്റെ ശരീരത്തിന് കൺട്രോൾ മുഴുവനും ദൈവത്തിന്റെ കയ്യിലാണ്. സർവശക്തനായ ദൈവം നമുക്ക് തന്ന ദാനമാണ് നമ്മുടെ ശരീരം. ഇത് ദൈവത്തിന്റെ ആലയമാണ്, ഇതിലാണ് ദൈവം വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ മദ്യം ഉപയോഗിച്ചോ മയക്കുമരുന്ന് ഉപയോഗിച്ചോ നശിപ്പിച്ചാൽ ദൈവം കണക്കാക്കുന്നത് ഞാൻ അതിനെ അശുദ്ധമാക്കി എന്നുള്ളതാണ്. ഇത് നിമിത്തം ഞാൻ ദൈവത്തോട് പാപം ചെയ്യും, ദൈവം എന്നെ നരകത്തിൽ തള്ളിക്കളയാൻ ഇടയാക്കും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് തെറ്റുപറ്റുമെങ്കിലും ദൈവം സ്നേഹമായതുകൊണ്ടും ദൈവം നമ്മളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടും ദൈവം നമുക്ക് രക്ഷപ്പെടാൻ ഒരു അവസരം വീണ്ടും തരികയാണ്. പലപ്പോഴും ഈ ആടുകൾ മേയ്ക്കുന്നവർക്ക് ആടുകൾ നഷ്ടപ്പെടാറുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരിക്കലും ആ ആടിനെ തള്ളിക്കളഞ്ഞ് ആ ഇടയൻ പോവില്ല. യേശു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ തന്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. യേശു ഇതിന് ഒരു ഉപമയായി പറഞ്ഞ ഒരു കഥ ഞാൻ നിങ്ങളോട് പറയാം. ഒരിക്കൽ ഒരു അപ്പന് 2 മക്കളുണ്ടായിരുന്നു. അതിൽ ഇളയ മകൻ ഒരിക്കൽ അപ്പനോട് പറഞ്ഞു, അപ്പാ എൻ്റെ വസ്തുവകയിൽ ഉള്ളത് എനിക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പന് ഇഷ്ടമില്ലെങ്കിലും മോന്റെ നിർബന്ധ പ്രകാരം അപ്പനത് കൊടുക്കേണ്ട വന്നു. ആ ഇളയ പുത്രൻ അധികം വൈകാതെ തന്നെ നാട് വിട്ടുപോയി. നാട് വിട്ടുപോയതിനു ശേഷം അവൻ വളരെയധികം ദുർനടപ്പുകാരനായി ആ നാട്ടിൽ ജീവിച്ചു. എന്ന് മാത്രമല്ല അവന്റെ കൂട്ടുകാരൊപ്പം അവൻ ശരിക്കും പാവത്തിന്റെ വഴികളിലും ലോകത്തിന്റെ മോഹങ്ങളിലും ഒക്കെ നടന്നു. അവസാനം അവന്റെ കയ്യിൽ എല്ലാ സമ്പത്തും തീർന്നപ്പോൾ അവന്റെ കൂട്ടുകാരെല്ലാം അവന് വിട്ടുപോയി. അങ്ങനെ അവൻ വിശപ്പിന് പോലും ഒരു തരി ആഹാരത്തിന് പോലും അവൻ കേളേണ്ടി വന്നൊരു സമയത്ത് അവിടുത്തെ ഒരു പൗരനെ ചെന്ന് ആശ്രയിച്ചു. അവിടുത്തെ പന്നികളെ നോക്കുന്ന ഒരു ജോലിയിൽ ഏർപ്പെട്ടു. തന്റെ വിശപ്പടക്കാൻ ആ പന്നികൾ തിന്നുന്ന വാളവര കൊണ്ട് അവൻ വയർ നിറയ്ക്കാൻ നോക്കിയെങ്കിലും അതുപോലും അവന് ആരും കൊടുത്തില്ല. അങ്ങനെ വിശന്നിരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ഇവന് സുബോധം വന്നു. അവൻ ചിന്തിച്ചു, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അനവധി കൂലിക്കാരും ഭക്ഷണം അവശേഷിപ്പിക്കുന്നു, പക്ഷെ ഞാനിവിടെ മകനായിട്ട് പോലും നശിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുത്തു, ഞാൻ തിരിച്ച് എൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോകും. എന്നിട്ട് പറയും, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി ഒരിക്കലും നിന്റെ മകന് പേർ വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, നിന്റെ ഒരു കൂലിക്കാരിലെങ്കിലും എന്നെ കണക്കാക്കണമേ എന്ന് പറയും. അങ്ങനെ ആ മകൻ തിരിച്ച് അപ്പൻ്റെ അടുക്കൽ പോയി. യഥാർത്ഥത്തിൽ ഇങ്ങനെ മുടിഞ്ഞുപോയൊരു പുത്രൻ എന്ന് പറഞ്ഞൊരു പേര് കെട്ട വ്യക്തി അതിനെ ഒരിക്കലും അംഗീകരിക്കില്ല തിരിച്ച്. പക്ഷെ ആ അപ്പൻ ചെയ്തത് നിങ്ങൾക്ക് യേശു പറയുന്നത്, ആ അപ്പൻ ഓടി ചെന്ന് ആ മകനെ കെട്ടിപ്പിടിച്ച് ചുംബനം ചെയ്ത് നല്ല വസ്ത്രം ധരിപ്പിച്ചു, നല്ല ചെരുപ്പ് കൊടുത്തു, നല്ല മോതിരം ധരിപ്പിച്ച് ആ മകനോട് പറഞ്ഞത്, ഒരിക്കലും നിന്നെ കൂലിക്കാരനായിട്ട് കണക്കാക്കുന്നല്ല, വീണ്ടും മകനായിട്ട് തന്നെ അംഗീകരിക്കുന്ന എന്നാണ്. ആ അപ്പൻ എന്നിട്ട് പറഞ്ഞത്, ഈ മകൻ മരിച്ചവനായിരുന്നു, അവൻ ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടു കിട്ടിയിരിക്കുന്നു. ഈ അപ്പൻ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ വ്യക്തിയെ കുറിച്ച് അപ്പൻ പറയുന്നത് എൻ്റെ മകൻ മരിച്ചവനായിരുന്നു എന്നാണ്, കാണാതെ പോയിരുന്നു എന്നാണ്. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ പാപനിമിത്തം മരിച്ച അവസ്ഥയിൽ പോയവരാണ്, കാണാതെ പോയവരാണ്. എന്നാൽ യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ഇടയനെ പോലെ തേടി വരികയാണ് ചെയ്തത്. അതിന് കാരണം ദൈവത്തിന്റെ സ്നേഹമാണ്. സ്നേഹമില്ലാതെ ഒരിക്കലും ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയെ രക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ യേശുവിന് നമ്മളോട് വലിയൊരു കരുണയുള്ളത് കൊണ്ട് യേശു നമ്മളെ രക്ഷിക്കാൻ വേണ്ടി വന്നു. പക്ഷെ എങ്ങനെ രക്ഷിക്കും? നമ്മൾ പാപികളാണ്, നമ്മൾ നരകശിക്ഷാവിധി കിട്ടിയേ നമുക്ക് തീരുള്ളൂ. അതിന് നമ്മളെ ഒഴിവഴിവ് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ദൈവം എന്ത് ചെയ്തു? നമ്മുടെ എല്ലാ മരണശിക്ഷയും, നമ്മൾ അനുഭവിക്കേണ്ട സകല പാപത്തിന്റെ ശിക്ഷയും യേശു തന്നെ സ്വന്തം ശരീരത്തിൽ വഹിച്ചു. ഞാനും നിങ്ങളും ചിന്തിച്ചു കൂട്ടിയ സകല പാപങ്ങൾക്കും യേശു തന്റെ ശിരസിൽ മുൾക്കിരീടം ധരിക്കേണ്ടി വന്നു. ഞാനും നിങ്ങളും ചെയ്ത കൈകൊണ്ട് ചെയ്ത പാപങ്ങൾക്ക് യേശുവിന്റെ കൈകളിൽ ഇരുമ്പാണികൾ അടിച്ചിറക്കി. നമ്മൾ നടന്ന പാപ വഴികൾ നിമിത്തം യേശുവിന്റെ
കാലുകളിൽ ഇരുമ്പാണികൾ അടിച്ചിറക്കി. ഇങ്ങനെ നമ്മുടെ പാപങ്ങൾ മുഴുവനും ആ ക്രൂശിൽ യേശു നമുക്ക് വേണ്ടി വഹിച്ചു. നമ്മൾ നശിച്ചു പോകുന്നത് ഒരിക്കലും നമ്മുടെ ദൈവമാകുന്ന നമ്മുടെ പിതാവിന് ഇഷ്ടമല്ല. അതുകൊണ്ട് യേശുവിലൂടെ നമുക്ക് സ്വർഗത്തിലേക്കൊരു വഴി ദൈവം തുറന്നു. ഈ യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. പലപ്പോഴും നമ്മുടെ ജീവിതം രക്ഷപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ മുഖം നമ്മളിലേക്ക് കരുണയോടെ തിരിക്കണം. യേശു ഈ ഭൂമിയിലായിരിക്കുന്ന കാലത്ത് ഒരിക്കൽ ഒരു കുഷ്ഠരോഗി യേശുവിന്റെ നേരെ വന്നിട്ട് പറഞ്ഞു, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. അന്ന് കാലത്ത് കുഷ്ഠരോഗികൾക്ക് ഒരു വ്യക്തിയോട് അടുത്ത് വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവൻ ദൂരത്തു നിന്നാണ് പറഞ്ഞത്. പക്ഷെ യേശു അവന്റെ അടുത്ത് ചെന്ന് അവന് തൊട്ടു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാ. ഉടനെ ആ കുഷ്ഠം അവൻ വിട്ടുമാറി, അവൻ ശുദ്ധമായി. ഇന്ന് യേശുവിന് നിങ്ങളോട് പറയാനുള്ളത്, മദ്യത്തിനും മയക്കുമരുന്നിനും പാപത്തിനും അടിമപ്പെട്ട് കിടക്കുന്ന ജനത്തിനോട് ദൈവം പറയാനുള്ളത്, നിങ്ങൾ പിശാചിന്റെ അടിമത്തത്തിൽ കിടന്നാലും എത്ര പാപത്തിന്റെ ചേറ്റിൽ കിടന്നാലും നിങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കാൻ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾ മടങ്ങി വന്നാൽ, നിങ്ങൾ യഥാസ്ഥാനപ്പെടുവാൻ തയ്യാറാണെങ്കിൽ എനിക്ക് നിങ്ങളെ ചേർത്തുകൊള്ളാൻ കരുണയുണ്ട്. നിങ്ങൾ അനാഥരാണെന്നും ജീവിതത്തിൽ ആശയറ്റവരാണെന്നും പല കാരണങ്ങൾക്ക് നമുക്ക് ഇതിനൊക്കെ പറയാമെങ്കിലും യേശു പറയുന്നു, ഞാൻ എല്ലാത്തിനും പരിഹാരമാണ്. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. ജീവിതത്തിന്റെ ഏറ്റവും പടിക്കുഴിയുടെ അവസ്ഥയിലും യേശു നിങ്ങളെ കൈപിടിച്ചുയർത്തും. മദ്യപാനവും ലഹരിയും നമ്മളെ നശിപ്പിച്ച് നമ്മുടെ ജീവിതം ഭൂമിയിൽ തീർക്കാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിങ്ങളെല്ലാവരും അറിയാവുന്ന പോലെ നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ ആ പരീക്ഷ എഴുതുന്ന സമയത്ത് മാത്രമേ തോൽക്കാനും ജയിക്കാനും നമുക്ക് കഴിയൂ. ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറിനുള്ളൂ ആ പരീക്ഷ കഴിയും. പിന്നെ നമുക്ക് ഒരിക്കലും ആ റിസൾട്ട് തിരുത്താൻ കഴിയില്ല. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമുക്കൊരിക്കലും മരണത്തിന് ശേഷം നമ്മുടെ തീരുമാനങ്ങളെ മാറ്റാൻ കഴിയില്ല. ഈ ജീവിതം, ഈ കൊച്ചു ജീവിതം പാപത്തിന് വേണ്ടിയിട്ട് ലഹരിക്ക് മദ്യത്തിന് അടിമപ്പെട്ട് തീർന്നാൽ പിശാചിനെയും അവർ ദൂതന്മാരെ തള്ളിക്കളയുന്ന നിത്യനരകമായിരിക്കും ശിക്ഷ. അല്ല, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയാൻ, ക്ഷമ കിട്ടുവാൻ വേണ്ടി യേശുവിനോട് അടുത്ത് വന്നാൽ യേശു നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും വീണ്ടും നമ്മൾ കൈകൊള്ളുകയും ചെയ്യും. അതുകൊണ്ട് ഈ യേശു നിങ്ങളുടെ ജീവിതത്തെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി. പ്രിയ സഞ്ജുവിലൂടെ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി തന്നെ നമ്മോട് സംസാരിച്ച ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഒരു യൗവനക്കാരൻ ഈ നിലയിൽ ഇതിനെതിരെ സധൈര്യം യേശുക്രിസ്തുവിലൂടെ മാത്രമേ ഈ ദുശീലങ്ങളിൽ നിന്ന് മോചനം പ്രാപിപ്പാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യം തന്നെ ഓർപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഈ ദേശവാസിയും ഇവിടെ അടുത്ത സ്കൂളിലൊക്കെ അധ്യാപനം നടത്തിയ ഒരു വിദ്യാർത്ഥിയായിരുന്ന ആൾ ഇന്ന് ലോകപ്രകാരം മാന്യമായ ഒരു ഉദ്യോഗസ്ഥനായി ഒരു കുടുംബമായി എറണാകുളത്ത് പാർത്ത് തൻ്റെ ഔദ്യോഗിക നിർവഹണത്തിലായിരിക്കുന്നു. നെല്ലിക്കുന്ന് APC ഇമ്മാനുവേൽ സഭയുടെ ഒരു ബിലീവർ കൂടിയാണ് ഇപ്പോൾ. തുടർന്ന് അദ്ദേഹം നമ്മോട് ചില വാക്കുകൾ ഓർപ്പിക്കും. അതിനായി പ്രിയ ഷാജി അവരുകളെ ക്ഷണിക്കുന്നു. എന്നെ ചാരത്തും ദൂരത്തുമായി നിന്ന് ശ്രവിക്കുന്ന അഞ്ചേരിയിലുള്ള മാന്യ സുഹൃത്തുക്കൾക്കും ദേശനിവാസികൾക്കും എൻ്റെ സ്നേഹ വന്ദനത്തെ ഞാൻ ആദ്യമേ അറിയിക്കട്ടെ. ഞാൻ വളരെ ആക്സിഡൻ്റലായിട്ട് ഇവിടെ വന്ന ഒരു വ്യക്തിയാണ് ഇന്ന്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ സഭയുടെ ഒരു മീറ്റിംഗ് ഇന്ന് അഞ്ചേരി സ്കൂളിൻ്റെ മുൻപിൽ നടക്കുന്നെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാനിവിടേക്ക് കടന്നു വന്നതാണ്. ഈ അഞ്ചേരി സ്കൂള് എനിക്ക് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റുന്ന കാര്യമല്ല. ഞാൻ ഈ സ്കൂളിലാണ് ഏകദേശം 6 വർഷത്തോളം പഠിച്ചത്. ഫസ്റ്റ് SSLC ബാച്ച് ഇവിടെ ഞാൻ എഴുതി. ഈ സ്കൂളിൽ വെച്ചാണ് ഞാൻ പഠനം 10ാം ക്ലാസ് പൂർത്തിയാക്കിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓടി വന്നതാണ്.
ഇങ്ങനെ ഒരു അവസരം ഞാൻ പ്രതീക്ഷിച്ചില്ല. എങ്കിലും ഇവിടെ കടന്നു വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ ഒരു വലിയൊരു വിഭാഗം നമ്മുടെ ലോകത്ത് ചെറുപ്പക്കാർ നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഒരു വാക്ക് അവരോട് ഈ ഭൂമുഖത്ത് പറയാൻ സാധിക്കുന്നെങ്കിൽ അതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. ഈ പ്രദേശത്തുള്ള പലരും മധ്യവർത്തിത്വമായ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗമാണ് ഇവിടെയുള്ളവർ. മാത്രമല്ല പലരും പല കുട്ടികളും വളരെയധികം കുട്ടികൾ ഈ ദേശത്തുള്ള കുട്ടികൾ ഈ സ്കൂളിലെല്ലാം പഠിക്കുന്നുണ്ട്. എനിക്കറിയാം. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ലോകത്തെ ചെറുപ്പക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ ലോകം തന്നെ ഇന്ന് നിൽക്കുന്നത് ഗൂഗിളിലാണ്. ഗൂഗിൾ പറയുന്നത് എന്താണോ അതാണ് ഇന്ന് ഏകദേശം ഒരു 4 വയസ്സിന് ശേഷമുള്ള കുട്ടികൾ മുതൽ 88 വയസ്സ് വരെയുള്ള അപ്പൂപ്പന്മാർ വരെ അനുധാവനം ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് ചോദിച്ചാലും അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ആവശ്യമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അപ്പൻ അമ്മയോട് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ മക്കൾ സെർച്ച് ചെയ്യുന്നത് ഗൂഗിളാണ്. അതുപോലെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് മദ്യവും മയക്കുമരുന്നും. കേരളത്തിലെ ഇന്ന് നടക്കുന്ന കൊലപാതകങ്ങളിൽ 90% കൊലപാതകം നടക്കുന്നത് ഈ രണ്ട് പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. അതിന് പിന്നിൽ ഈ രണ്ട് ശക്തികൾ വാദിക്കുന്നുണ്ടായിരിക്കും. ഇവിടെ നടക്കുന്ന ഏറ്റവും കൂടുതൽ പിടിച്ചുപറിയും അല്ലെങ്കിൽ മോഷണവും ഒരു മനുഷ്യൻ എത്രത്തോളം നാശമാകാമോ ആ ലെവലിൽ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത് മദ്യവും മയക്കുമരുന്നുമാണ്. കേരളത്തിലെ ഗവൺമെൻറ് കഴിഞ്ഞ വർഷങ്ങളോളമായി ഇതിനെതിരെ പല രീതിയിലും പടപൊരുതുന്നു. പ്രസ്ഥാനങ്ങൾ പടപൊരുതുന്നു, ഇസങ്ങൾ പടപൊരുതുന്നു. എന്നാൽ ഓരോ സ്റ്റെപ്പോ 3 സ്റ്റെപ്പോ കൂടി വരുന്നതല്ലാതെ ഇതിനൊരു അവസാനം ഇന്ന് കാണാൻ പറ്റില്ല. നമ്മളൊന്ന് ചിന്തിക്കേണ്ട ആവശ്യമാണ്. എന്തുകൊണ്ടാണ് ഇത് കുറയാത്തത് അല്ലെങ്കിൽ ഇത് ഒരിക്കലും അവസാനിക്കാത്തത്? അതിലോട്ട് നാം തിരിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഘടകമാണ് ദൈവഭയം എന്ന് പറഞ്ഞ ഒരു കാര്യം ഇന്ന് ലോകത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവം സമം ഗൂഗിൾ എന്നെടുത്താൽ അതിലപ്പുറത്ത് ഏറ്റവും കൂടുതൽ ടിക്ക് വീഴുന്നത് ഗൂഗിളിനായിരിക്കും. കാരണം ലോകം തന്നെ ഇന്ന് കമ്പ്യൂട്ടറിന് പിന്നാലെയും അല്ലെങ്കിൽ ശാസ്ത്രത്തിന് പിന്നാലെയും പോയിക്കൊണ്ടിരിക്കുക. എന്നാൽ എന്നെ കേൾക്കുന്ന, ദൂരത്തോ ചേർന്ന് കേൾക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോ എൻ്റെ മാതാപിതാക്കളോ എൻ്റെ കൊച്ചനുജന്മാരോ ചേട്ടന്മാരോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകം ശാസ്ത്രത്തിന് പിന്നാലെ പോകുമ്പോൾ ശാസ്ത്രം ദൈവത്തിൻ്റെ പിന്നാലെ പോകാൻ തുടിക്കുന്ന അവസ്ഥയിലാണ്. ശാസ്ത്രം ഇന്ന് ചിന്തിക്കുന്നത്, അവസാനം വന്ന് നിൽക്കുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന, ഏറ്റവും കൂടുതൽ മനുഷ്യർ കാണുന്ന, വായിക്കുന്ന പുസ്തകമായ ഒരു ബൈബിൾ എന്നൊരു ഗ്രന്ഥത്തിൻ്റെ പിന്നിലേക്കാണ്. പലരും ശാസ്ത്രലോകം മൊത്തം ഉറ്റുനോക്കുന്നു. എന്താണ് അടുത്ത് സംഭവിക്കാൻ പോകുന്നത്? ലോകത്തിന് ഇനി എന്താണ് ഉണ്ടാവാൻ പോകുന്നത്? കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ, ഈ കഴിഞ്ഞ ഒരു വർഷമായി ഫേസ്ബുക്കിൽ അടിച്ചു നോക്കുന്ന പലരും കാണുന്ന ഒരു വലിയ കാര്യമാണ്, നാസ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏലിയൻസിൻ്റെ വലിയൊരു പേടകം ഏകദേശം
7 മൈൽ വിസ്താരമുള്ള ഒരു പേടകം ഭൂമിയോട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന ഫേക്ക് ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഭൂമിയോട് അടുക്കുന്നു, മറ്റൊരാൾ പറഞ്ഞു നക്ഷത്രത്തോട് അടുക്കുന്നു. എന്നാൽ ഇതൊക്കെ പറഞ്ഞു കാണുമ്പോൾ ലോകം ചിന്തിക്കുന്നു, നമ്മുടെ അവസ്ഥ എന്താണ്? ചെറുപ്പക്കാർ കംപ്ലീറ്റ് ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങളെ കാണാൻ പറ്റുന്നത് സിനിമാശാലകളിലല്ല, നാടകശാലകളിലല്ല, അല്ലെങ്കിൽ മറ്റു വിധത്തിലല്ല. മയക്കുമരുന്നിൻ്റെ അടിമയായി പോകുന്ന അവരുടേതായ കൂട്ടങ്ങളിൽ, അല്ലെങ്കിൽ അവരുടെ യോഗങ്ങളിൽ, അല്ലെങ്കിൽ അവരുടെ മീറ്റിങ്ങുകളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ യുവജനം അതിലോട്ട് അടുക്കുന്നു. ഇത് കാണിക്കുന്നു ഈ ലോകത്തിൻ്റെ ഒരു അവസാനം ഇതാ വന്നെത്താറായി. ഞങ്ങളിവിടെ സംസാരിക്കുന്ന ഒരു വാക്കുകളുടെ പിൻ എടുത്തു നോക്കിയാൽ അത് ഞങ്ങൾ പറഞ്ഞു നിർത്തുന്നത് ഈ ലോകവും സകലവും തീക്കായി കാത്തിരിക്കുന്നു. എന്നെ കേൾക്കുന്ന മാന്യജനങ്ങൾ മനസ്സിലാക്കണം, എത്ര നാൾ കഴിഞ്ഞാലും ദൈവവചനം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഒരു മുടക്കുമില്ലാതെ സംഭവ്യമായി വരുന്നു. ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ഒരു കാര്യം, ഞാൻ ചെറുപ്പകാലത്ത് ഞാൻ ഈ സ്ഥലങ്ങളിലെല്ലാം പലപ്പോഴും പല കാര്യങ്ങൾ പ്രസംഗിച്ച് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ചിന്തിച്ച ഒരു ഭഗവത്ഗീതയുടെ 2 വരികൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അതിപ്രകാരമാണ്. എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തുക്കൾ മനസ്സിലാക്കാൻ പറ്റും. ഒരിക്കൽ ഇപ്രകാരം അതിലൊരു 2 വാക്കുകൾ പറഞ്ഞു. നജായതേ മ്രിയതേ വാഗദാജി ന്യായം ഭൂത ഭവിത വാനഭൂയ അജോ അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യവാനേ ശരീരേ. ഇതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്. കൃഷ്ണൻ അർജുനോട് പറയുകയാണ്, തൻ്റെ യുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ യുദ്ധത്തിന് നയിക്കുമ്പോൾ കൃഷ്ണൻ നേരിടുമ്പോൾ അർജുനോട് പറയുന്നൊരു വാക്കാണ്. ഐതിഹ്യം പറയുന്നു, നാജായതേ മ്രിയതേ വാഗദാച്ചി. വാഗദാച്ചി എന്ന് പറഞ്ഞാൽ ആത്മാവ് അർജുന മരിക്കുന്നില്ല. അടുത്ത് പറയുന്ന വാക്കാണ് നയം ഭൂത ഭവിത വാനഭൂയ. ഈ ഭൂമിയും ഭൂമണ്ഡലവും ഉണ്ടാക്കിയപ്പോഴും ആത്മാവ് ഇവിടെ ഉണ്ട്. ആത്മാവ് എന്ന് പറഞ്ഞ സാധനം മരിക്കുന്നില്ല. അടുത്ത വാക്യം പറയുന്നു അജോ നിത്യ ശാശ്വതോയം പുരാണോ. അത് പൗരാണികമാണ്, അത് ഇന്നുള്ളതല്ല. ഒരു ദൈവം അത് ഒരു മനുഷ്യനിൽ വെച്ചിരിക്കുന്നതാണ്. അടുത്തത് പറയുന്നു ന ഹന്യതേ ഹന്യവാനെ ശരീരേ. നിന്റെ ശരീരം നശിക്കുമ്പോൾ നിന്റെ ഉള്ളിലുള്ള ആത്മാവ് നശിക്കുന്നില്ല. ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള അത് മാത്രമാണ്. പ്രിയ മനുഷ്യ, നിന്റെ ശരീരത്തിനുള്ളിലെ ആത്മാവ് നീ മരിക്കുമ്പോൾ നശിച്ചു പോകുന്നില്ല. അതിനൊരു അവസ്ഥയുണ്ട്. ആ അവസ്ഥ എന്തെന്ന് നീ ഗൂഗിൾ അടിച്ചാൽ കിട്ടില്ല. ഇന്നത്തെ ശാസ്ത്രലോകം തപ്പി നടക്കാം. മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ ഉള്ളിലെ എന്തോ ഒന്ന് ഇവിടെ നിന്ന് നഷ്ടപ്പെടുന്നുണ്ട്. ലോകത്തെ ശാസ്ത്രലോകം നാസ 8ന്റെ പണി കിട്ടിയിട്ട് നിൽക്കുകയാണ്. മനുഷ്യൻ്റെ ഉള്ളിലെ രക്തം നഷ്ടപ്പെടുന്നത് കാണാൻ പറ്റുന്നുണ്ട്, അവയവങ്ങൾ നഷ്ടപ്പെടുന്ന അറിയാൻ പറ്റുന്നുണ്ട്, ശരീരത്തിലെ രക്തചംക്രമണം നിൽക്കുന്ന അവസ്ഥ അറിയാൻ പറ്റുന്നുണ്ട്. എന്നാൽ മനുഷ്യ ശരീരത്തിലെ ഒരു പ്രത്യേക സാധനം എന്തോ നഷ്ടപ്പെടുന്നുണ്ട് മരിക്കുമ്പോൾ. ഇത് എന്താണെന്ന് ഇന്നത്തെ കമ്പ്യൂട്ടറിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ലോകത്തെ കമ്പ്യൂട്ടർ എല്ലാം കണ്ടുപിടിച്ചു. ചൈനയിലെ കമ്പ്യൂട്ടർ നിന്നെ അടുത്ത ദിവസം നിനക്ക് എന്ത് കഴിക്കണമെന്ന് വരെ പറഞ്ഞു തരും, നീ എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു തരും. ലോകത്ത് നിന്ന് ഏറ്റവും ഉദ്യമിച്ചുകൊണ്ടിരിക്കുന്ന സാങ്കേതികവിദ്യ AI സാങ്കേതികവിദ്യ. ഇന്ന് കേരളം 100% AI സാങ്കേതികവിദ്യയിലേക്ക് കടന്നു വരാൻ പോകുന്ന ഒരു സംസ്ഥാനമാണ്. എന്നാൽ മനുഷ്യൻ മരിച്ചാൽ മനുഷ്യൻ്റെ ഉള്ളിലെ ഒരു സാധനം പോകുന്നുണ്ടെന്നുള്ളത് ലോകത്തിന് പറയാൻ പറ്റുന്നില്ല.
ഗൂഗിളിന് പറയാൻ പറ്റുന്നില്ല, ശാസ്ത്രലോകത്തിന് പറയാൻ പറ്റുന്നില്ല. എന്നാൽ എനിക്ക് പറയാൻ പറ്റും, മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു സാധനം പോകുന്നെന്ന് ഭരിക്കുമ്പോൾ അത് ഞാൻ പറയുന്നു ദൈവം സൃഷ്ടിച്ച ആത്മാവാണ്. ഈ ആത്മാവ് എവിടേക്ക് പോകണമെന്നുള്ളത് മനുഷ്യൻ ഭൂമിയിൽ ഉള്ളപ്പോൾ തീരുമാനിക്കണം. നീ മരിച്ചു കഴിഞ്ഞാൽ നീ എവിടെ പോകണമെന്നത് നീ ഇവിടെ തീരുമാനിക്കണം. ഇന്നത്തെ മയക്കുമരുന്നിനോ ഇന്നത്തെ ലോകത്തെ മറ്റു കാര്യങ്ങൾക്കോ നിന്നെ ഒരു സ്ഥലം വരെ കൊണ്ടുപോകാൻ പറ്റും. എവിടെ വരെ എന്നാമോ? നിന്റെ മരണത്തിന്റെ കല്ലറ വരെ കൊണ്ടുപോകാൻ പറ്റും. കല്ലറയ്ക്കപ്പുറം നിനക്ക് കടക്കാൻ പറ്റില്ല. വലിയൊരു കൂട്ടം നിന്നെ അവിടെ വരെ അനുധാവനം ചെയ്യും. അതിനുശേഷം നിനക്ക് പിന്നെ ആരുമില്ല. പ്രിയ മനുഷ്യ, നീ ഇന്ന് പോകുന്ന നിന്റെ നയങ്ങൾ വിട്ട് നീ ഒന്ന് മാറുന്ന നിനക്ക് ആവശ്യമാണ്. പ്രിയ സുഹൃത്തെ, നിന്റെ ഉള്ളിലുള്ള അവസ്ഥ വിട്ട് നീ തിരിഞ്ഞു ചിന്തിച്ചാൽ നിന്റെ കുടുംബത്തിൽ ഒരു സ്നേഹം കടന്നു വരും. ആ സ്നേഹം നിലനിർത്തിയാൽ നിന്റെ ആത്മാവിനെ നിനക്ക് രക്ഷിപ്പാൻ സാധിക്കും. അത്തരം ഒരു കാര്യമാണ് ഞങ്ങൾ ഇന്ന് ഉച്ചഭാഷയിലൂടെ നിങ്ങളോട് അനുധാവനം ചെയ്ത് സംസാരിക്കുന്നത്. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങൾ, ഈ നാളുകളിൽ നിന്റെ ആ ചീത്ത കൂട്ടുവിട്ട് നിന്റെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വിട്ട് നീ ഒന്ന് മാറാൻ ശ്രമിച്ചാൽ നിനക്കൊരു നല്ല സ്നേഹപിതാവിനെ കാണുവാനായി സാധിക്കും. അതെ പ്രിയ മനുഷ്യ, നിന്റെ ഉള്ളിൽ ഒരു സ്നേഹത്തിൻ്റെ ഒരു ഉറവിടമുണ്ട്. അത് ഈ നാളിൽ കണ്ടെത്തുവാൻ നിനക്ക് സഹായിക്കട്ടെ. ഇന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ നിങ്ങളോട് ഉപദേശിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ജീവിതത്തിൽ നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥയുടെ കാലഘട്ടം കുറവാണ്, ദിവസങ്ങൾ കുറവാണ്. നിനക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ദിവസങ്ങൾ കുറവാണ്. ആ ദിവസത്തിൽ ഒരു ദിവസം നീ ഒരു ദൈവത്തിനെ കണ്ടുമുട്ടാൻ ശ്രമിക്കുമെങ്കിൽ നിന്റെ കുടുംബത്തിൽ ചില മാറ്റങ്ങൾ കാണാൻ സാധിക്കും. അത്തരം മാറ്റങ്ങൾ കണ്ട ഒരു വലിയ സാക്ഷ്യ സമൂഹമാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ ആ മാറ്റം കണ്ടു, ഞാൻ ആ ദൈവത്തെ കണ്ടു, ഞാൻ ആ സ്നേഹം അനുഭവിച്ചു, ഞാൻ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ആ സ്നേഹം നിങ്ങളും അനുഭവിക്കുവാൻ ഞാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകളിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ഇവിടെ പാട്ടുകളിലൂടെ എനിക്ക് മുൻപ് സംസാരിച്ച പ്രിയപ്പെട്ടവർ ഓർപ്പിച്ചതിലൂടെയൊക്കെ സന്ദേശമായി നാം മനസ്സിലാക്കുന്നത് പോലെ നമ്മുടെ സമൂഹം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വിട്ടാലും വിടാത്ത നീരാളിപ്പിടുത്തം പോലെ വളരെ ശക്തമായ നിലയിൽ നിലകൊള്ളുന്ന മയക്കുമരുന്നുകളുടെ ലഹരിയുടെ ഉപയോഗത്തിനെതിരെയുള്ള സന്ദേശമായിട്ടാണ് ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുന്നത്. എങ്ങനെ ഇതിലൂടെ കരകയറാം, എന്താണ് ഇതിൽ നിന്നുള്ള ശാശ്വതമായ പരിഹാരം, ഈ വിഷയത്തെ എനിക്ക് മുൻപ് എൻ്റെ പ്രിയപ്പെട്ടവർ പല നിലകളിൽ അവർക്ക് ലഭിച്ച നിലയനുസരിച്ച് അവരുടെ അല്പമായി വിശദീകരിക്കാൻ ഇടയായി തീർന്നു. ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന ഈ വലിയ പ്രതിസന്ധി അഥവാ ലോകത്തിൽ ഇന്ന് ഏറ്റവും അധികം വ്യാപാരം നടക്കുന്നത് ആയുധ വ്യാപാരമാണ്. ലോകരാഷ്ട്രങ്ങളുടെ ആയുധ വ്യാപാരം കഴിഞ്ഞാൽ അടുത്തു നിൽക്കുന്ന വ്യാപാരമെന്ന് പറയുന്നത്, വിപണനമെന്ന് പറയുന്നത് പെട്രോളും പെട്രോൾ ഉൽപ്പന്നങ്ങളുമാണ് ഏറ്റവും രണ്ടാം സ്ഥാനത്ത് വ്യാപാരമായി നിൽക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നൊട്ടും വിഭിന്നമല്ല, പിന്നിലല്ലാത്ത നിലയിലാണ് മയക്കുമരുന്നുകളുടെ വ്യാപാരം ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ദൂരവ്യാപകമായ പ്രശ്നം നാം വളരെ ശ്രദ്ധിക്കണം. മയക്കുമരുന്നുകളുടെ ഉപയോഗം ഈ നിലയിൽ തുടർന്നാൽ മറ്റിതര വ്യാപാര മേഖലകളെ കടത്തിവെട്ടിക്കൊണ്ട് ഇത് ഒന്നാം സ്ഥാനത്ത് വരുന്ന നാളുകൾ അതിവിദൂരമല്ല. ഇത് പ്രായവ്യത്യാസമല്ലേ? ചെറിയ സ്കൂളുകൾ തൊട്ട് ഹൈസ്കൂളുകൾ തൊട്ട് എന്ന് വേണ്ട കോളേജുകളിലും ഏത് രംഗങ്ങളിലും ചെറിയവരെന്നോ വലിയവരെന്നോ യാതൊരു വിഭാഗീയ വ്യത്യാസം കൂടാതെ, ആൺപെൺ വ്യത്യാസം കൂടാതെ ഇതൊരു നീരാളിപ്പിടുത്തം പോലെ ഇന്ന് സമൂഹത്തെ ഗ്രസിച്ചു കൊണ്ടിരിക്കുകയാണ്. മയക്കുമരുന്നുകളുടെ ഉപയോഗം മൂലം
വളരെ വേദനപ്പെടുന്ന, സങ്കടപ്പെടുന്ന, അഥവാ ദുഃഖത്തിലും കണ്ണീരിലുമായിരിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് ലോകത്തിലുണ്ട്. വലിയ പ്രതീക്ഷയോട് തങ്ങൾക്ക് ലഭിക്കാത്ത വിദ്യാഭ്യാസം തങ്ങളുടെ തലമുറകൾക്ക് ലഭിക്കണമെന്നുള്ള വലിയ പ്രതീക്ഷയിൽ കുഞ്ഞുങ്ങളെ നല്ല നിലയിൽ പഠിപ്പിക്കുവാൻ വലിയ താല്പര്യത്തോട് പറഞ്ഞയക്കുന്ന മാതാപിതാക്കൾ, എന്നാൽ എങ്ങനെയോ ഈ കണ്ണികളുടെ കയ്യിൽ അകപ്പെട്ട് ഇതിൽ അവർ ഇരയായി മാറുകയാണ്. ഇരയെ റാഞ്ചുവാൻ നിൽക്കുന്ന കഴുകി കണ്ണുകൾ പോലെ ഇന്ന് എവിടെയും ഇതിൻ്റെ സുലഭമായ ഇടനിലക്കാർ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഏത് നിലയിലും എങ്ങനെയും ആളുകളെ വലയിൽ പിടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഇതിൻ്റെ ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, പലപ്പോഴും ഒരു രസത്തിന് സുഹൃത്തുക്കൾ ചേർത്ത് ഫ്രീ ആയിട്ട് തുടങ്ങുന്ന തുടക്കമാണ് ഈ ലഹരി മരുന്നുകളുടെ ഉപയോഗം എന്ന് പറയുന്നത്. ഇത് പണം കൊടുത്തല്ല ഒരിക്കലും ആദ്യം തുടക്കം വയ്ക്കുന്നത്. കാരണം പണം കൊടുത്ത് വാങ്ങിയാൽ അത്ര സാമ്പത്തിക പ്രതിസന്ധിയുള്ള വിഷയമാണ്. എന്നാൽ രസത്തിന് സുഹൃത്തുക്കൾ വഴി തുടങ്ങുന്ന തുടക്കമാണ് ഒടുവിൽ ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റുവാൻ കഴിയാത്ത ദുശീലമായി മാറുകയാണ്. പീർ പ്രഷർ, സുഹൃത്ത് ബന്ധങ്ങളിലൂടെയാണ് പലപ്പോഴും കുഞ്ഞുങ്ങളിലേക്ക് ഇതിൻ്റെ വ്യാപനം ഉണ്ടാകുന്നത്. അതുമൂലം സംഭവിക്കുന്ന വിഷയം അവരുടെ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങളിലേക്ക് വഴിമാറുകയാണ്. വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ച പ്രിയപ്പെട്ടവർ പലരും ഓർപ്പിച്ചതുപോലെ നമ്മുടെ ഭാരതത്തെക്കുറിച്ച് നമുക്ക് അഭിമാനമുണ്ട്. നമ്മുടെ കേരളത്തെക്കുറിച്ച് അതിനേക്കാൾ അഭിമാനമുണ്ട്. സാക്ഷരത സമ്പൂർണ്ണത കൈവരിച്ച ആദ്യത്തെ സംസ്ഥാനം എന്നുള്ള നിലയിൽ നമുക്ക് വലിയ അഭിമാനമുണ്ട് നമ്മുടെ കേരളത്തെക്കുറിച്ച്. നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറഞ്ഞ് ലോക രാഷ്ട്രങ്ങളുടെ നെറുകയിൽ നമ്മുടെ ഭാരതത്തെ നാം ഉയർത്തിപ്പിടിച്ച മഹത്തായ ഒരുപാട് സന്ദേശങ്ങൾ നൽകിയ നമ്മുടെ ഭാരതം. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഭാരതത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഓരോ പ്രശ്നങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കൂ. പിന്നെ ഡിവോഴ്സുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്, കുടുംബ ബന്ധങ്ങൾ തകരുകയാണ്, ഇവിടെ ആക്സിഡന്റ് മരണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. എന്തിനേറെ മനുഷ്യൻ ആകെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു കാലമാണിത്. കൊലപാതകങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ നാം പഠിച്ചാൽ ഈ ലഹരി ഉപയോഗങ്ങളുടെ മദ്യപാനത്തിൻ്റെ സ്വാധീനം ഒരു പരിധിവരെ നിർണായകമാണ്, ഒരു പരിധിവരെ പ്രധാനം തന്നെയാണ്. കാരണം കൈക്കും കാലിനും എന്ന് വേണ്ട തലയ്ക്കുമൊക്കെ വില പറഞ്ഞ് ഓരോ കൊട്ടേഷൻ സംഘങ്ങളുടെ വിലസുകയാണ്. ഏകദേശം ഈ കൊട്ടേഷൻ സംഘങ്ങൾ തഴച്ചു വളരുന്ന ഈ കാലമെന്ന് പറയുന്നത് സ്വന്തം അപ്പനെന്നോ അമ്മയെന്നോ സഹോദരങ്ങളെന്നോ ഇതൊന്നും യാതൊരു വ്യത്യാസവും കൂടാതെ, യാതൊരു ധാർമ്മിക മൂല്യങ്ങൾക്ക് യാതൊരു പ്രസക്തിയും ഇല്ലാതെ നൊന്ത് പ്രസവിച്ച അമ്മയെന്നോ പോറ്റി വളർത്തുന്ന അപ്പനെന്നോ നോക്കാതെ അവരുടെ ഇംഗിതത്തിന് വശപ്പെട്ടില്ലെങ്കിൽ ഏത് ക്രൂരകൃത്യങ്ങൾ ചെയ്യുവാനും മടിക്കാത്തൊരു തലമുറയായി ഇന്നത്തെ നമ്മുടെ തലമുറയായി തീർന്നിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണം? വിദ്യാഭ്യാസം കുറഞ്ഞിട്ടാണോ? ഇവിടെ ദൈവവിശ്വാസം കുറവാണോ? എന്തുകൊണ്ടാണിത്? ഇവിടെ മതങ്ങളുടെ അതിപ്രസരം വർദ്ധിച്ചിട്ടല്ല ഉള്ളോ? ഇവിടെ ദൈവങ്ങളുടെ അഭാവമാണോ? ഇതൊന്നുമല്ല പ്രിയമുള്ളവരെ. പിന്നെ എന്തുകൊണ്ടാണ് മനുഷ്യൻ ഈ പ്രശ്നങ്ങൾക്കൊക്കെ സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയത്? ഇന്നത്തെ ഈ കൊട്ടേഷൻ സംഘങ്ങൾ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ 18ഉം 19ഉം വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങൾ ഓടിച്ചു കൊണ്ടുപോകുന്ന വാഹനം അറിയാതെ ഹോണടിച്ചു പോയാൽ പെട്ടെന്ന് കോപിഷ്ഠനായി ചാടിയിറങ്ങി യാതൊരു പ്രകോപനവുമില്ലാതെ വടിവാളെടുത്ത് വെട്ടാനും കുത്താനും യാതൊരു മടിയുമില്ലാത്തൊരു തലമുറയായി ഇന്നത്തെ നമ്മുടെ ചെറുപ്പക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ വളരെ താല്പര്യത്തോട് ഉപയോഗിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും വിരളമല്ല. നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ തലയ്ക്കും കൈക്കും കാലിനുമൊക്കെ കൊട്ടേഷൻ പറഞ്ഞ് ഈ കൊട്ടേഷൻ സംഘങ്ങളൊക്കെ വിലസുന്നതിന് പിന്നിൽ അത് വളരെ ശക്തിമത്തായി നിൽക്കുന്നത് ഈ മയക്കുമരുന്നുകളുടെ ഉപയോഗമാണ്. ഒരിക്കൽ ഇതിനടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഏത് ക്രൂരകൃത്യം ചെയ്യുന്നതിനും യാതൊരു വിധത്തിലും അവർക്ക് മടിയില്ലെന്നുള്ളതാണ് വിഷയം. ധൈര്യമെന്ന് പറഞ്ഞാൽ അപാര ധൈര്യമാണ്. ഇത് ധൈര്യമെന്ന് പറയാൻ ഒക്കത്തില്ല.
ഇത് ഒരു വല്ലാത്ത മാനസിക വിഭ്രാന്തി എന്നേ പറയാൻ കഴിയുള്ളൂ. ഇതൊരു മാനസിക വിഭ്രാന്തിക്ക് അടിമയായി മനുഷ്യൻ മാറുകയാണ്. കാരണം അവൻ്റെ കേന്ദ്രങ്ങളിൽ, ബുദ്ധിമണ്ഡലങ്ങളിൽ ആകമാനം ഇതിൻ്റെ ശക്തികൾ വ്യാപിച്ചിട്ട് അവൻ ആളറിയാത്ത നിലയിൽ മാറ്റുകയാണ്. ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കണ്ണുനീരിലായിത്തീർന്ന ഒരുപാട് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ ഈ നിലയിൽ ഭാരപ്പെടുന്നുണ്ട്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ, നമ്മുടെ ഈ ചുറ്റുപാടുകളിൽ പലപ്പോഴും പറയുമ്പോൾ മകൻ പഠിക്കാൻ പോകുന്നു, എഞ്ചിനീയറാണ്, മകൾ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു, എഴുതിയിട്ടും തീരുന്നില്ല. എന്താ കാര്യം? എപ്പോഴോ ഈ മയക്കുമരുന്നിന്റെ കണ്ണുകളിൽ പെട്ടു, പഠനത്തിൽ നിന്ന് ഉഴപ്പി, ലക്ഷ്യം തെറ്റി, പഠിത്തമാകെ താറുമാറായി. നാട്ടുകാരുടെ മുൻപിൽ, സുഹൃത്തുക്കളുടെ മുൻപിൽ, കുടുംബക്കാരുടെ മുൻപിൽ ഇത് ഈ അപരാധ ബോധമുള്ളതിനാൽ മറ്റുള്ളവർ അറിയാതിരിക്കാൻ പലപ്പോഴും പറയുന്നത് മോൾ പഠിക്കുകയാണെന്ന, മോൻ പഠിക്കുകയാണെന്ന, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നെന്നൊക്കെയാ പറയുന്നത്. മോൾ എറണാകുളത്താണ് ജോലി, മോൻ എറണാകുളത്താണ് ജോലി, അവിടാണ് ജോലി, ഇവിടാണ് ജോലി എന്നൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ നാണക്കേട് നിമിത്തം, അപമാനഭാരം നിമിത്തം മറ്റുള്ളവരോട് പറയാൻ കഴിയാതെ ജീവിതത്തിൽ നിന്ന് കാര്യങ്ങൾ മറച്ചു വെക്കുകയാണ്. സംഭവിക്കുന്ന വിഷയം, എത്രയെത്ര കുടുംബങ്ങളാണ് ഇന്ന് ദുഃഖത്തിലായിരിക്കുന്നത്. മയക്കുമരുന്നിന് അടിമപ്പെട്ട്, മദ്യപാനത്തിന് അടിമപ്പെട്ട്, കുടുംബ ബന്ധങ്ങൾ തകർന്ന്, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഓർത്ത്, ഭർത്താക്കന്മാരെ ഓർത്ത് വിലപിക്കുന്ന ഒരു കാലത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, ഇതിൻ്റെ ദൂരവ്യാപകമായ ഈ പ്രവൃത്തിയെ നാം മനസ്സിലാക്കേണ്ടതിനാണ് ഞാനിത് ഓർപ്പിക്കുന്നത്. ആകയാൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചതായ, ഞാൻ ശ്രദ്ധിച്ച ഒരു വീഡിയോയിൽ തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർ അരുൺ എന്ന് പറയുന്ന ആ വിദഗ്ധനായ ആ പ്രധാന ഡോക്ടർ, ഞങ്ങളുടെ നാട്ടിൽ ഊളമ്പാറ എന്ന് പറയും, മാനസിക രോഗികളെ ചികിത്സിക്കുന്ന ഇടമാണ് തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രം എന്ന് പറയുന്നത്. അവിടെ അതിലൊരു പ്രധാന ഡോക്ടറാണ് ഡോക്ടർ അരുൺ. ഒരിക്കൽ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവം താൻ ഓർപ്പിച്ചത് വളരെ കരളലിയിക്കുന്ന ഒരു കഥയാണ്. അതിങ്ങനെയാണ്, താൻ ഏതോ ഒരു ആവശ്യത്തിന് എറണാകുളത്ത് വന്നതാണ്. എറണാകുളത്ത് വന്നപ്പോൾ ട്രെയിൻ അല്പം ലേറ്റ് ആണെന്ന് മനസ്സിലായി. തന്നെ റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിൽ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു കെട്ടിടം തന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ കെട്ടിടത്തിന്റെ മറവിൽ താടിയും മുടിയും വളർത്തി വികൃതനായ ഒരു മനുഷ്യൻ എന്തോ താൻ വളരെ സസൂക്ഷ്മം ചെയ്യുകയാണ്. ഈ ഡോക്ടർ അരുൺ ആ മനുഷ്യനെ ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ പെട്ടെന്ന് നല്ല പരിചയമുള്ള മുഖം. വീണ്ടും ആ മനുഷ്യനെ താൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. താൻ ആദ്യം കരുതി ഏതെങ്കിലും ആവശ്യത്തിന് തന്റെ അടുക്കൽ ട്രീറ്റ്മെന്റിന്, ചികിത്സയ്ക്ക് വന്ന ആരെങ്കിലും ആയിരിക്കാം. എങ്കിലും ഈ മുഖം അത്രയ്ക്ക് പരിചയമാണ്. താൻ ആ മുഖത്ത് നിന്ന് കണ്ണെടുക്കുന്നില്ല, സൂക്ഷിച്ചു നോക്കുവാൻ തുടങ്ങി. എന്നിട്ട് എന്തോ വലിയൊരു അടുപ്പം പോലെ ഈ യുവാവിനെ കണ്ടപ്പോൾ തനിക്ക് മനസ്സിലായി. താന് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടത്തിന്റെ മറവിൽ ഈ നിലയിൽ നിൽക്കുന്ന ഈ യുവാവിന്റെ അടുക്കിലേക്ക് നടന്നെടുക്കുകയാണ്. ഈ യുവാവ് ചെയ്യുന്നത് പറയുന്നത്, തൻ്റെ കൈയുടെ നഖങ്ങളുടെ ഇടയിൽ മയക്കുമരുന്ന് ഇഞ്ചക്ട് ചെയ്യുകയാണ്. ബാക്കിയുള്ള ഞരമ്പുള്ള ഭാഗങ്ങളിലൊക്കെ ഇഞ്ചക്ട് ചെയ്ത് അത് കൊളാപ്സ് ആയതിനാൽ, അടഞ്ഞു പോയതിനാൽ പിന്നീടുള്ള ഏക പോംവഴി എന്ന് പറയുന്നത് ഈ മയക്കുമരുന്ന് തൻ്റെ വിരലുകളുടെ ഇടയിൽ ഇഞ്ചക്ട് ചെയ്യുകയാണ്. ഡോക്ടർ അരുൺ ഈ പരിചിതമുള്ള ഈ മുഖം മറക്കാനാകാത്ത നിലയിലായതിനാൽ ഈ വ്യക്തിയുടെ അടുക്കിലേക്ക് നടന്നെടുക്കുമ്പോൾ തന്നിൽ നിന്ന് ഈ വ്യക്തി അകന്നു മാറാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അരുൺ വിട്ടില്ല. താൻ വീണ്ടും ആ വ്യക്തിയുടെ അടുക്കിലേക്ക് ചെന്ന് തന്നെ പരിചയപ്പെടുവാൻ ഇടയായി. നിങ്ങൾ ഇനിയാണ് കഥ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത് ചെന്നപ്പോൾ തനിക്ക് മനസ്സിലായി, വർഷങ്ങൾക്ക് മുൻപ് ഇത് തന്നോടൊപ്പം പഠിച്ച തൻ്റെ ഒരു സുഹൃത്താണ്. സുഹൃത്തെന്ന് പറഞ്ഞാൽ പോരാ, PDCക്ക് പഠിക്കുമ്പോൾ ആ സമയത്തൊക്കെ ആ കോളേജിലെ ജീനിയസായ സ്റ്റുഡൻ്റാണ്, പഠനത്തിൽ ബഹുമിടുക്കൻ. ആ കോളേജിന്റെ ക്രിക്കറ്റ് ക്യാപ്റ്റനായിരുന്നു. പോരാത്തതിന് റോക്ക് മ്യൂസിക് ഗായകൻ, നല്ലൊരു റോക്ക് മ്യൂസിക് ഗായകനാണ്. എല്ലാ നിലയിലും, പഠനത്തിലും ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ആ കാലത്ത് അവരുടെ സഹപാഠികളുടെ നടുവിൽ അത്ര ഹീറോയായിരുന്ന ഒരു യുവാവായിരുന്നു ഈ യുവാവ്. പിന്നീട് സംഭവിച്ച വിഷയം എന്ന് പറയുന്നത്, തൻ്റെ മുന്നോട്ടുള്ള പഠനത്തോടുള്ള ബന്ധത്തിൽ എഞ്ചിനീയറിംഗ് പഠനത്തിന് വേണ്ടി പഠനത്തിൽ മിടുക്കനായതുകൊണ്ട്
പ്രസിദ്ധമായ IIT-യിൽ തനിക്ക് അഡ്മിഷൻ ലഭിക്കുവാനിടയായി. IIT, IIM എന്നൊക്കെ പറയുന്ന ഈ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നത് നിസ്സാരപ്പെട്ടവരല്ല, ജീനിയസായ സ്റ്റുഡൻസ് ആണ്. തനിക്ക് IIT-യിൽ പഠനത്തിന് അഡ്മിഷൻ ലഭിച്ചു. താനിവിടെ പഠിക്കുമ്പോൾ കൂടെ പഠിക്കുന്ന സഹപാഠികളെക്കാൾ പഠനത്തിൽ ടോപ്പറായിരുന്നു. തന്നെയുമല്ല, ആ കോളേജിലും താൻ അറിയപ്പെട്ട ഒരു ക്രിക്കറ്ററായി നല്ല നിലയിൽ ഒരു മ്യൂസിക് ബാൻഡൊക്കെ രൂപീകരിച്ച് ഒരു ആ കാലത്ത് ആ തലമുറകളുടെ ഇടയിൽ, കൂട്ടുകാരുടെ ഇടയിൽ നല്ലൊരു ഹീറോയായി നിലനിന്ന ഒരു യുവാവായിരുന്നു. ഇനിയാണ് നിങ്ങൾ കഥ ശ്രദ്ധിക്കേണ്ടത്. എന്തുകൊണ്ട് ഈ നിലയിൽ ഈ യുവാവ് വികൃതനായി വിരൂപനായി അതമ്പതിച്ചു? കഥ ഇങ്ങനെയാണ് സംഭവം നടക്കുന്നത്. അമേരിക്കയിലെ ഒരു സോഫ്റ്റ്വെയർ കമ്പനി ഇന്ത്യയിൽ പ്രസിദ്ധമായ IIT, IIM ഈ സ്ഥാപനങ്ങളിൽ നിന്ന് ജീനിയസായ സ്റ്റുഡൻസിനെ 10 പേരെ റിക്രൂട്ട് ചെയ്യുവാൻ, അമേരിക്കയിലേക്ക് റിക്രൂട്ട് ചെയ്യുവാൻ നാട്ടിലേക്ക് വന്നു, ഇന്ത്യയിലേക്ക് വന്നു. IIT-യിൽ നിന്നും IIM-ൽ നിന്നൊക്കെ സ്റ്റുഡൻസ് 7 ലെവൽ എക്സാമാണ്, അതിലേക്ക് റിക്രൂട്ട് ചെയ്യുവാൻ അവർ അറ്റൻഡ് ചെയ്തു. അതിൽ പലരും ഫെയിലിയറായി. അതിൽ സെലക്ട് ചെയ്ത ഏക മലയാളി ഈ ഡോക്ടർ അരുണിൻ്റെ ഈ പറയപ്പെടുന്ന ഈ സുഹൃത്താണ്. അദ്ദേഹത്തെ 10 പേരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് തന്നെ സെലക്ട് ചെയ്തു. ഇനി ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ കമ്പനികളൊക്കെ ലക്ഷങ്ങളാണ്, കോടികളാണ് വർഷം ഇവർക്ക് സാലറി നൽകുന്നത്. മഹത്തായ വലിയ സാലറി ലഭിക്കുന്ന, ആ ഏജിൽ ചിന്തിക്കാൻ കഴിയാത്ത സാലറി ലഭിക്കുന്ന ഓഫറുകൾ, എല്ലാ നിലയിലും ജീവിതം സുരക്ഷിതമായി, ജീവിതം കരുപിടിച്ചു, രക്ഷപ്പെട്ടു. ഈ സെലക്ട് ചെയ്ത 10 പേരുടെ കൂട്ടത്തിൽ ഏക മലയാളിയാണ് ഡോക്ടർ അരുണിൻ്റെ ഈ സുഹൃത്ത്. പ്രിയമുള്ളവരെ, ഇനി ശ്രദ്ധിക്കണം. അങ്ങനെ അമേരിക്കയിലേക്ക് പോകുവാൻ ആ സോഫ്റ്റ്വെയർ കമ്പനിയിലേക്ക് സെലക്ട് ചെയ്ത 10 പേർ, ഈ 10 പേർക്ക് തുടർന്നുള്ള അവരുടെ ഈ അമേരിക്കയിലേക്കുള്ള വിസ പ്രോസസ്സിംഗ് ടൈമിൽ ഗോവയിലുള്ള ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഇവർക്ക് അക്കോമഡേഷനൊക്കെ ലഭിച്ച് അവരവിടെ പാർത്ത് ആ നിലയിൽ ഇവർക്ക് 1 മാസത്തെ ട്രെയിനിങ് നടക്കുകയാണ്. വിസ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് 1 മാസത്തെ ട്രെയിനിങ്. ഈ ട്രെയിനിങ് കഴിഞ്ഞ് അപ്പോൾ ഈ 10 പേരും ഇവിടെ താമസിച്ചുകൊണ്ട് എല്ലാ ലക്ഷറി ലൈഫാണ്. എന്നിട്ട് ഈ ട്രെയിനിങ് കഴിഞ്ഞ ഒരു ദിവസം വൈകിയ സമയം ഈ 10 പേരും കൂടെ ഗോവ കടപ്പുറത്ത് കൂടെ ഇങ്ങനെ സന്തോഷത്തോട് നടക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ കൂട്ടത്തിലുള്ള ബീഹാറുകാരനായ ഒരാളുടെ സുഹൃത്തെന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഒരു യുവാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം എല്ലാവർക്കും പ്രിയങ്കരനായി ഒരുപോലെ വിളങ്ങി, എല്ലാവരെയും പരിചയപ്പെട്ട് നിമിഷത്തിനുള്ളിൽ എല്ലാവരെയും കയ്യിലെടുത്തെന്ന് വേണം പറയാൻ. എന്നിട്ട് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി തന്നെ ഗോവയിൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ എഞ്ചിനീയറാണ്. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ സംഭാഷണത്തിന്റെ ഇടയിൽ നിസ്സാരമായി ഒരു എറിഞ്ഞിട്ടു. അത് മറ്റൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ കയ്യിൽ ഒരു സാധനമുണ്ട്, സ്വർഗീയ അനുഭൂതി ലഭിക്കുന്ന സാധനമാണ്, സ്വർഗീയ അനുഭൂതി ലഭിക്കുന്ന സാധനമാണ്, വേണമെങ്കിൽ അല്പം തരാം, ഫ്രീ ആണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പലരും അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഈ മലയാളിയായി യുവാവും പറഞ്ഞു, ഞങ്ങൾക്ക് നമുക്ക് പറയാം, അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു വന്ന കൂട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വന്ന നിലയിൽ അവസാനം ഈ 2 പെൺകുട്ടികൾ അവരുടെ കൂട്ടത്തിലുണ്ട്, സുന്ദരിമാരായ പെൺകുട്ടികൾ. അവർ ഈ കാര്യം പറഞ്ഞു വരുമ്പോൾ അവർ ചോദിച്ചു, എടോ, താങ്കൾക്ക് ഈ കാര്യത്തിൽ ഒരു ആണത്വമില്ലാത്തത് കൊണ്ടല്ലേ, ഒരു ധൈര്യമില്ലാത്തത് കൊണ്ടല്ലേ താങ്കൾ ഇത് വേണ്ടെന്ന് വെക്കുന്നത്? ഒരു പുരുഷനാണെങ്കിൽ, ഒരു പൗരുഷത്തിന് ഒരല്പം താങ്കളൊന്ന് ആസ്വദിക്കേണ്ടതല്ലേ? അപ്പോൾ ഈ മലയാളിയായ യുവാവ് പറഞ്ഞു, എനിക്കതിൻ്റെ ആവശ്യമില്ല. എല്ലാവരും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ഈ പെൺകുട്ടികൾ ഇടയ്ക്ക് കയറി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ഹീറോയിസത്തിന് വേണ്ടി അപ്പോൾ ഇദ്ദേഹത്തിനും തോന്നി, അങ്ങനെ പേടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ യുവാവ് ചെയ്ത വിഷയം എന്ന് പറയുന്നത് ഒരു ഹീറോയിസത്തിന് വേണ്ടി കൈനീട്ടി കൊടുത്തു. ഈ യുവാവ് ഈ മനുഷ്യൻ്റെ, ഈ അരുണിൻ്റെ സുഹൃത്തിൽ അവൻ്റെ കൈക്ക് ഒരു ഇഞ്ചക്ഷൻ എടുത്തു. ആ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ഓപ്പിയം വിഭാഗത്തിൽപ്പെടുന്ന ബ്രൗൺ ഷുഗറാണ് കുത്തിവെച്ചത്. കാര്യങ്ങൾ നിസ്സാരവൽക്കരിച്ച് ഒരു
സംസാരിച്ച മുട്ടിട്ടും ധൈര്യത്തോട് കാര്യമൊക്കെ പറഞ്ഞെല്ലാം പോയി, എല്ലാവരുടെ റൂമിലേക്ക് പോയി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, എൻ്റെ പ്രിയമുള്ളവരെ, സംഭവിച്ച വിഷയം എന്ന് പറയുന്നത് പിറ്റേ ദിവസം ഇതേ സമയമായപ്പോൾ ഈ ഡോക്ടർ അരുണിന്റെ ഈ സുഹൃത്ത് ഇഞ്ചക്ട് ചെയ്ത അഥവാ കൈ നീട്ടി കൊടുത്ത ഈ യുവാവ് അവന് തലപൊട്ടിപ്പോകുന്ന വേദനയാണ്. അവന് ഇരിക്കാൻ കഴിയുന്നില്ല, നിൽക്കാൻ കഴിയുന്നില്ല, അവന് ഓടണമെന്നുണ്ട്, തലപൊട്ടിപ്പോകുന്ന വേദനയാണ്. എന്താ സംഭവിച്ചതെന്നറിയാമോ? ഇത് ഈ ബ്രൗൺ ഷുഗർ ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ സമയം ഇതേ സമയമാകുമ്പോൾ അവൻ ഇതെടുത്തിരിക്കണം. ഇല്ലെങ്കിൽ അവനൊരു ഭ്രാന്തനെ പോലാകും, ഒരു വല്ലാത്ത മാനസിക വിഭ്രാന്തിയായിട്ട് മാറും. സംഭവിച്ച വിഷയമെന്ന് പറയുന്നത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന പണമെടുത്തുകൊണ്ട് ഈ വിപണനക്കാരനെ തേടി യുവാവ് ഓടി. പിറ്റേ ദിവസം അങ്ങനെ തന്നെ ഇത് തുടർന്നു. സംഭവിച്ച വിഷയമെന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണിത്. കാരണം ഒരു പ്രാവശ്യം ഇതൊരു രസത്തിന് ഉപയോഗിച്ചതാണ്, ഒരു ഹീറോയിസത്തിന് കൈനീട്ടി കൊടുത്തതാണ്. തൻ്റെ കയ്യിലുള്ള പണം മുഴുവൻ എടുത്ത് ഈ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കാനായിട്ട് യുവാവ് ഉപയോഗിച്ചു. അവസാന കയ്യിലുള്ള പണം തീർന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് ജീവിതത്തിൽ ആദ്യമായി തൊട്ടടുത്തുള്ള തൻ്റെ സുഹൃത്തിൻ്റെ പേഴ്സ് താൻ ആ പണം അപഹരിച്ചു, മോഷ്ടിച്ചു. ആദ്യമായിട്ടാണ് ഒരു മോഷണം നടത്തുന്നത്, ആദ്യമായി ഒരു മോഷണം നടത്തുകയാണ്. ഈ പണം അപഹരിച്ചത് ഉടൻ കൈയോട് അവർ പിടിച്ചു എന്നുള്ളതാണ് സത്യം. ഈ ലക്ഷക്കണക്കിന് രൂപ വാഗ്ദാനം നൽകി വലിയ സോഫ്റ്റ്വെയർ കമ്പനികളൊക്കെ ആളെ എടുക്കുമ്പോൾ അവർക്ക് പിരിച്ചുവിടാൻ വേറെ പ്രത്യേക കാരണമൊന്നും വേണ്ട, പൊയ്ക്കോളാൻ പറഞ്ഞ് പൊയ്ക്കോളണം, ഇതാണ് അവരുടെ രീതി. സംഭവിച്ച വിഷയം ഈ ഡോക്ടർ അരുണിൻ്റെ സുഹൃത്തിനെ ഈ മോഷണത്തിൽ പിടിച്ചു, അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ആദ്യം ഈ അരുണിൻ്റെ സുഹൃത്തിന് ഈ അമേരിക്കൻ സോഫ്റ്റ്വെയർ കമ്പനിയിലേക്ക് റിക്രൂട്ട് ചെയ്ത് സെലക്ട് ചെയ്ത് എന്നറിഞ്ഞപ്പോൾ അവൻ്റെ പിതാവ് വിളിച്ചു പറഞ്ഞത്, കുഞ്ഞേ ഞാൻ രക്ഷപ്പെട്ടെന്നാ, എൻ്റെ മോൻ രക്ഷപ്പെട്ടു, എനിക്ക് സന്തോഷമായി, എനിക്ക് സമാധാനത്തോട് ജീവിക്കാം, ഇതൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ സംഭവിച്ച വിഷയം റിട്ടയർഡ് പ്രൊഫസറാണ് ഈ യുവാവിൻ്റെ പിതാവ്. പെട്ടെന്ന് നാട്ടിൽ വിവരം അറിയിച്ചു. അവർ വന്ന് ഈ മകനെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി 1 വർഷത്തോളം മാറി മാറി ലഹരി വിമോചന കേന്ദ്രങ്ങളിൽ ഈ യുവാവിന് ചികിത്സ ചെയ്തു. ഓരോ ആഴ്ച ചികിത്സയ്ക്ക് ചെല്ലുമ്പോൾ 2-3 ദിവസം കഴിയുമ്പോഴേക്കും അവൻ ചാടിപ്പോവും. വല്ലാത്ത വിഷം, വല്ലാത്ത ഭാരം, കുടുംബക്കാരുടെയും നാട്ടുകാരുടെ ഇടയിൽ ആ മറച്ചു വെക്കാൻ കഴിയാത്ത നിലയിൽ വല്ലാത്ത അപമാന ഭാരം. എൻ്റെ പ്രിയമുള്ളവരെ, ഒടുവിൽ സംഭവിച്ചത് ഏകദേശം 1 വർഷത്തോളം ഈ പ്രശ്നത്തിന് പല വിമോചന കേന്ദ്രങ്ങളിൽ, ലഹരി വിമോചന കേന്ദ്രങ്ങളിൽ, ഡി അഡിക്ഷൻ സെന്ററുകളിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും ഇതിനൊരു പ്രതിവിധി വരാതെ ഒടുവിൽ ഈ പിതാവ് നിരാശനായി, ആ കുടുംബക്കാർ നിരാശനായി ചെയ്തത് ഇങ്ങനൊരു മകനില്ലെന്നുള്ള നിലയിൽ അവരെ കൈവിട്ടു പോകും. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് മയക്കുമരുന്നുകളുടെ ഇടത്താവളമായ പ്രധാന ഹബ്ബായ എറണാകുളത്തേക്ക് വന്നു. അങ്ങനെ ഇതിന്റെ ശൃംഖലയിൽപ്പെട്ട്, കണ്ണികളിൽപ്പെട്ട് അതിൻ്റെ ഒരു ഇരയായി താൻ ഈ പ്രവൃത്തി തുടരുകയാണ്. ഡോക്ടർ അരുണിന്റെ കണ്ണിൽ പെടുന്നത്. ഈ കഥനകഥ കേട്ടപ്പോൾ തൻ്റെ സുഹൃത്ത് പൊട്ടിക്കരഞ്ഞു. നോക്കണം, എന്നിട്ട് താൻ ഈ സ്നേഹിതനെ കൂട്ടിക്കൊണ്ട് നിർബന്ധിച്ച് തിരുവനന്തപുരത്തുള്ള തൻ്റെ ആ മാനസിക ആരോഗ്യ ചികിത്സാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവിടെ തന്നെ അഡ്മിറ്റ് ചെയ്ത് ഈ തൻ്റെ സുഹൃത്തിൻ്റെ പിതാവിനെ ഡോക്ടർ അരുൺ ഫോൺ ചെയ്യുകയാണ്. ഫോൺ ചെയ്തിട്ട് മകൻ ഇവിടെ ഉണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കുമ്പോൾ ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആ പിതാവ് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഡോക്ടർ അരുൺ അവൻ പുകഞ്ഞ കൊള്ളിയാണ്, ഇവരെ കൊണ്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചു, ഇങ്ങനൊരു മോനില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ അവനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്, ദയവ് ചെയ്ത് ഇനി എന്നെ ഉപദ്രവിക്കരുത്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മകനില്ല. തന്നെയുമല്ല, അവന്റെ ഇളയ സഹോദരിയുടെ വിവാഹമെല്ലാം റെഡിയായിരിക്കുകയാണ്. അവർ വലിയ നിലയിലുള്ളൊരു ഫാമിലിയാണ്. അവരോട് പറഞ്ഞിരിക്കുന്നത്, അവൾക്കൊരു ബ്രദർ ഉണ്ടായിരുന്നു, പഠന സമയത്ത് ആക്സിഡന്റിൽപ്പെട്ട് മരിച്ചുപോയി,
എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദയവായി അവരുടെ ഭാവി അവതാളത്തിലാക്കരുത്. ഇനി ഈ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വിളിക്കരുത്. എന്നിട്ട് പറഞ്ഞത്, അവൻ പുകഞ്ഞ കൊള്ളിയാണ്, ഇങ്ങനൊരു മകൻ ഞങ്ങൾക്കില്ല, അവൻ എന്നേക്കുമായി ഞങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അടുത്തത്, എങ്ങനെങ്കിലും അവനെ കൊന്ന് അവന്റെ കണ്ണോ കരളോ അവന്റെ കിഡ്നിയോ ആർക്കെങ്കിലും ഉപകരിക്കുന്നെങ്കിൽ ഈ പാടായ ജന്മം അങ്ങനെങ്കിലും ധന്യമാകട്ടെ, അങ്ങനെങ്കിലും ചെയ്യുക എന്നാണ് ആ പിതാവ് പറഞ്ഞത്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ പിതാവിൻ്റെ വാക്കൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെയും മാതാപിതാക്കൾ പറയുമെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ലഹരിക്ക് അടിമപ്പെട്ടൊരു മകൻ വലിയ പ്രതീക്ഷയോട് വലിയ താല്പര്യത്തോട് തുടങ്ങിയ തുടക്കം അവസാനം ഈ യുവാവിനെ ലഹരിക്ക് അടിമപ്പെട്ട് വീട്ടുകാർക്കോ ആർക്കും സഹായിക്കാൻ കഴിയാത്ത നിലയിൽ ഒരു മാനസിക രോഗിയെ പോലെ ചർച്ചക്കാരുടെയും വേണ്ടപ്പെട്ടവരുടെ സമൂഹത്തിന്റെ മുൻപിൽ ആ കുടുംബം അവകാശമായി തീർന്ന് നിരാശരായി തീർന്ന ഒരു കുടുംബത്തിന്റെ വിലാപമാണ് ഞാൻ ഈ പറഞ്ഞത്. അവർക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ലഹരിക്കടിമപ്പെട്ട് മദ്യപാനത്തിന് അടിമപ്പെട്ട് മയക്കുമരുന്നിന് അടിമപ്പെട്ടാൽ ഒടുവിൽ കുടുംബ ബന്ധങ്ങൾ കൊണ്ടെത്തിക്കുന്നത് അവിടെയാണ്. ആർക്കും സഹായിക്കാൻ കഴിയാത്ത വല്ലാത്തൊരു ദുരാവസ്ഥയിലാണ് കൊണ്ടെത്തിക്കുന്നത്. ഇത് ഒറ്റപ്പെട്ട കേസല്ല, ഇങ്ങനെ എത്രയെത്ര കേസുകളാണ് നമ്മുടെ ചുറ്റുപാടുള്ളത്. മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ട് എത്രയെത്ര കുടുംബങ്ങളാണ് വിലാപ ഭവനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന്റെ പ്രതിവിധി? ഇവിടെ ഡി അഡിക്ഷൻ സെന്ററുകൾ കുറവല്ല, ലഹരി വിമോചന കേന്ദ്രങ്ങൾ കുറവല്ല, ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസുകൾ കുറവല്ല. സർക്കാർ തലത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഹരി വിമോചന ക്ലാസുകൾ വളരെ ശക്തമായ നിലയിൽ പലയിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ അതിന്റെ പ്രചരണങ്ങൾ നടന്നു വരികയാണ്. എന്നിട്ടും പ്രിയമുള്ളവരെ, ഇത് മനുഷ്യന് പരിഹരിക്കാൻ കഴിയാത്ത മരുഭൂമിയിലെ മരീചിക പോലെ ഇന്നും ഈ പ്രശ്നം ഇതൊരു സമസ്യയായി തുടരുകയാണ്. സമസ്യയല്ല, ഇത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ സമൂഹത്തെ കണ്ണുനീരിൽ ആഴ്ത്തിക്കൊണ്ട് ഏതു ഭരണം മാറി മാറി വന്നാലും പരിഹരിക്കാൻ കഴിയാത്ത എവിടെല്ലാം ഡി അഡിക്ഷൻ സെന്ററുകൾ കൂടിയാലും ലഹരി വിമോചന കേന്ദ്രങ്ങൾ വർദ്ധിച്ചെന്ന് പറഞ്ഞാലും എത്രയെത്ര സെമിനാറുകൾ നടന്നെന്ന് പറഞ്ഞാലും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതെ ഇതിന്റെ വ്യാപനം ശക്തിമത്തായ നിലയിൽ തുടരുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, എന്താണ് ഇതിന്റെ പ്രതിവിധി? ഏലസ് ജപിച്ച് കെട്ടിയാൽ പ്രശ്നം പരിഹരിക്കുമോ? മന്ത്രവാദം ചെയ്താൽ പ്രശ്നത്തിന് പരിഹാരമാകുമോ? നേർച്ച കാഴ്ചകൾ കഴിച്ചാൽ പ്രശ്നത്തിന് പരിഹാരമാകുമോ? ഇല്ല, ഒരിക്കലുമില്ല. ഇതൊക്കെ തെറ്റായ വഴി തേടലാണ്, ഇതൊക്കെ വ്യാജമാർഗമാണ്, ഇതെല്ലാം പരാജയമാണ്. അപ്പോൾ തന്നെ ഞാനിത് പറയുമ്പോൾ ഒരു യാഥാർത്ഥ്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. തിരുവല്ലയ്ക്ക് അടുത്ത് പത്തനംതിട്ടയ്ക്ക് തിരിയുന്ന ഭാഗത്ത് മഞ്ഞാടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. മഞ്ഞാടി എന്ന് പറയുന്ന സ്ഥലം, അവിടെ കരിക്കമ്പില്ല എന്നറിയപ്പെടുന്ന ഒരു വലിയ പ്രസിദ്ധമായ ഒരു കുടുംബമുണ്ട്. പഴയ കുടുംബമാണ് കരിക്കമ്പില്ല. കരിക്കമ്പിലയിൽ പ്രായമായ 2 വൃദ്ധ ദമ്പതികളുണ്ട്. നല്ല സാമ്പത്തിക ശേഷിയുള്ള മാതാപിതാക്കൾ. അവരുടെ മക്കളൊക്കെ പഠിച്ച് നല്ല നിലയിലായി, കൊച്ചുമക്കളുമൊക്കെയായി തുടരുന്ന ഒരു കുടുംബം. വാർദ്ധക്യസഹജമായ നിലയിൽ അവർ ജീവിതം കഴിക്കുന്ന വരുവേ, സന്തോഷത്തോട് വരുവേ, അവരുടെ ഒരു കൊച്ചുമകൻ, ചെറുമകൻ മദ്രാസിൽ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു. അവന്റെ പേര് റെനി ജോർജ് എന്നാണ്. പലപ്പോഴും വെക്കേഷൻ ടൈമുകളിൽ ഗ്രാൻഡ് പേരൻസിന്റെ അടുക്കൽ ഈ റെനി ജോർജ് വരാറുണ്ട്. അവർ സന്തോഷത്തോട് അവരുടെ മകനെ സ്വീകരിക്കാറുണ്ട്. ചർച്ചക്കാരോടും അവിടെയുള്ള ജോലിക്ക് നിൽക്കുന്ന സെർവൻസിനോടൊക്കെ പറയുന്നത്, മദ്രാസിൽ ഞങ്ങളുടെ മോൻ വരുന്നെന്ന്. വലിയ സന്തോഷമാണ്, അവരും സന്തോഷമാണ്, ഈ മാതാപിതാക്കൾക്ക് സന്തോഷമാണ്. ഇങ്ങനെ ഇരിക്കെ ഈ യുവാവ് ഒരു പ്രാവശ്യം അവന്റെ വിദേശികളായ 2 കൂടെ പഠിക്കുന്ന സഹപാഠികളുമായി വന്നു. ശ്രദ്ധിക്കണം, അപ്പോൾ വെറുതെയുള്ള വരവല്ല, ഏതോ മയക്കുമരുന്നിന് അടിമപ്പെട്ട് ഇവർ ഈ ഭവനത്തിലേക്ക് വരികയാണ്. മദ്രാസിൽ നിന്ന് മകൻ വരുന്നു എന്ന് വാർത്ത കേട്ടാൽ ഈ ദമ്പതികൾക്ക് വലിയ സന്തോഷമാണ്. സാധാരണ ഒറ്റപ്പെട്ടു വരുന്ന മകൻ ഇപ്പോൾ കൂടെ 2 സുഹൃത്തുക്കൾ കൂടെയുണ്ട്. എന്തൊക്കെയോ ഒരു പന്തികേട് അവർക്ക് തോന്നി. മറ്റൊന്നുമല്ല സംഭവിച്ചത്, ഈ യുവാക്കൾ മയക്കുമരുന്നിനടിമകളായിരുന്നു. ഈ വൃദ്ധ ദമ്പതികളിൽ അപ്പന്റെ അമ്മയുടെ കയ്യിൽ ധാരാളം പണമുണ്ട് എന്ന വ്യാജമാർഗേന സംഭവിച്ച വിഷയം, അന്ന് രാത്രിയിൽ ഈ സുഹൃത്തുക്കളും ചേർന്ന് മയക്കുമരുന്നിന് അടിമപ്പെട്ട യുവാക്കൾ
അവരുടേതായ ലക്കുകെട്ട് ധാർമ്മിക ബോധമില്ലാതെ നിഷ്കരുണം ആ വൃദ്ധ മാതാപിതാക്കളെ കൊല ചെയ്യുവാനിടയായി. ഒടുവിൽ പ്രതികൾ പിടിക്കപ്പെടുന്നു, തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് പോകുന്നു. ഇനി ശ്രദ്ധിക്കണം, ഈ സംഭവമാണ് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം മദ്രാസിലെ മോൻ എന്നൊരു സിനിമ ഓടുവാനിടയായത്. മദ്രാസിലെ മോൻ എന്ന സിനിമയുടെ ഇതിവൃത്തം ഈ കൊലപാതകമാണ്. സംഭവിച്ച വിഷയം എന്ന് പറയുന്നത്, ഈ റെനി ജോർജ് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കിടക്കുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, മയക്കുമരുന്നിന് അടിമപ്പെട്ട് ചെയ്ത ക്രൂരകൃത്യമാണ്, ക്രൂരകൊലപാതകമാണ്, ഭീകരമാണ്. എപ്പോഴും അവന്റെ ഹൃദയത്തിൽ ഒരു വല്ലാത്ത കുറ്റബോധം, ഒരു വല്ലാത്ത പാപബോധം. ഇങ്ങനെ ഇരിക്കുമ്പോൾ യേശുവിന്റെ സുവിശേഷം കേൾക്കുവാൻ ഈ മനുഷ്യന് അവസരം ലഭിക്കുകയാണ്. യേശുവിനെ കുറിച്ച് അറിയുവാൻ ഈ മനുഷ്യന് അവസരം ലഭിക്കുകയാണ്. താൻ യേശുവിനെ കുറിച്ച് അറിയുവാനിടയായി. താൻ ചെയ്ത തന്റെ പ്രവൃത്തിയെക്കുറിച്ച് വല്ലാത്തൊരു അപരാധബോധം തന്നെ ഭരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഈ മനുഷ്യൻ അലമുറയിട്ട് കരയുവാൻ തുടങ്ങി. തന്റെ തെറ്റിനെ കുറിച്ച് ഏറ്റുപറയാൻ തുടങ്ങി. താൻ ഒരു പാപിയാണെന്നുള്ള ബോധം തന്നെ ഭരിച്ചു. താൻ ചെയ്തത് പരിഹരിപ്പാൻ കഴിയാത്തൊരു വല്ലാത്ത കുറ്റമാണ് എന്നൊരു ആ പാപബോധം തന്നെ ഭരിക്കുവാനിടയായി. എങ്കിലും യേശുവിന്റെ സ്നേഹം ആ മനുഷ്യനെ രൂപപ്പെടുത്തി. ഈ റെനി ജോർജ് കേസ് റിലീസായി പുറത്തിറങ്ങി. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. സംഭവിച്ച വിഷയം, റെനി ജോർജ് അവന്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്തു. ഇത് ജീവിക്കുന്നെങ്കിൽ യേശുവിന് വേണ്ടി ജീവിക്കും, ഇത് ജീവിക്കുന്നെങ്കിൽ സുവിശേഷത്തിന് വേണ്ടി ജീവിക്കും. അങ്ങനെ ഈ റെനി ജോർജ് ബാംഗ്ലൂരിൽ, ഈ ജയിൽ പുള്ളികൾ അപ്പനും അമ്മയും ജയിലിലായി കൊലപാതക കേസ് എന്തെങ്കിലും അകപ്പെട്ടാൽ അവരുടെ എങ്ങുമെങ്ങും വളർച്ചയെത്താത്ത കുഞ്ഞുങ്ങളെ അനാഥമായി വിടുക സാധാരണയാണ്. ചിലപ്പോൾ അവിടെ ആരുടെയെങ്കിലും പേരൻസ് കൂട്ടിക്കൊണ്ടു പോകാൻ കാരണം. ഇനി ആരും പേരൻസ് കൂട്ടിക്കൊണ്ടു ഇല്ലാത്തിടത്ത് ഈ ജയിൽ പുള്ളികളുടെ മക്കളെ, അങ്ങനെയുള്ളവരെ സംരക്ഷിക്കുന്ന ഒരു ഉത്തരവാദിത്വം ഈ റെനി ജോർജ് ഏറ്റെടുത്തു. ഇന്ന് സമൂഹത്തിൽ ഒരു ഉത്തമ പൗരനായി, അനേകർക്ക് അശരണർക്ക് ആശ്വാസമായി, ഒരു മാതൃക ജീവിതം നയിക്കുന്ന ഒരു ഉടമയായി ഈ റെനി ജോർജ് മാറുവാനിടയായി. മദ്രാസിലെ മോൻ എന്ന് പറയുന്ന റെനി ജോർജിന്റെ ഇപ്പോഴുള്ള അവസ്ഥ, ശക്തനായ ഒരു സുവിശേഷകനാണ്, സമൂഹത്തിൽ ഒരു നല്ല വക്താവാണ്, സമൂഹത്തിന് നന്മ നേരുന്ന ഒരു മനുഷ്യനായി താൻ ജീവിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് നിരാശയിലും ഭാരങ്ങളിലും ലക്ഷ്യബോധം നഷ്ടപ്പെട്ട് കുടുംബ ബന്ധങ്ങൾ തകർന്ന് തലമുറയുടെ പഠനം ഉഴപ്പി സമൂഹത്തിന്റെ മുൻപിൽ അത് പറയാൻ കഴിയാതെ അപമാനഭാരത്തോട് നിരാശയോട് മയക്കുമരുന്നിന് അടിമപ്പെട്ട് ആയിത്തീർന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, പ്രിയ സ്നേഹിതരെ, പ്രിയമുള്ളവരെ, നിങ്ങളുടെ തലമുറയ്ക്ക്, നിങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ നിന്ന്, ഈ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് കരകയറുവാനുള്ള ഏക പരിഹാര മാർഗം കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇവിടെയാണ് സുവിശേഷത്തിന്റെ പ്രസക്തി. ഇവിടെയാണ് യേശു ക്രിസ്തുവിന്റെ സ്വാധീനം എന്ന് പറയുന്നത്. എന്താണ് ഈ തിന്മയുടെ കാരണങ്ങൾ? എന്തുകൊണ്ട് ഈ ദുഷ്ടത മനുഷ്യരിൽ വർദ്ധിക്കുന്നു? എന്തുകൊണ്ട് വേണ്ട, ചെയ്യരുതെന്ന് വിചാരിച്ചിട്ടും ഈ തിന്മ പ്രവൃത്തികൾ മനുഷ്യൻ ചെയ്യുന്നു? നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ധന്യനായ പൗലോസ് വിശുദ്ധ ബൈബിളിൽ പറയുന്നു, നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ആഗ്രഹിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്തു പോകുന്നത്. അതിന് കാരണം ഞാൻ കാര്യമായി ചിന്തിക്കുമ്പോൾ എന്നിൽ കുടികൊള്ളുന്ന പാപമാണ്. വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന മനുഷ്യൻ പാപിയാണ്. ഇന്ന് ലോകത്തിൽ കാണുന്ന സകല തിന്മയുടെയും മൂർത്തിഭാവം, അടിസ്ഥാന കാരണം മനുഷ്യനിൽ കുടികൊള്ളുന്ന പാപമാണ്. വിശുദ്ധ ബൈബിളിൽ മതങ്ങൾ ഒരുപോലെ പഠിപ്പിക്കുന്നു, മനുഷ്യൻ പാപിയാണ്. പാപിയായ മനുഷ്യരെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ അതിനുള്ള പ്രതിവിധി എന്താണ്? എന്താണ് പരിഹാര മാർഗം? ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു വ്യത്യാസവുമില്ല. നാം എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. ആ വിശുദ്ധ വേദപുസ്തകത്തിൽ റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 23-ാം വാക്യത്തിൽ ഇപ്രകാരം വിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അടുത്തത് പ്രതിവിധി 24-ാം വാക്യം, അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രയെ നീതീകരിക്കപ്പെടുന്നത്. അവൻ അടുത്ത വാക്യം ഇങ്ങനെ വായിക്കുന്നു, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ
പരസ്യമായി നിർത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനുള്ള ഏകവും പര്യാപ്തവുമായ പരിഹാര മാർഗമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 20 നൂറ്റാണ്ടിൽ പരമായി ലോകത്തിലെ കേന്ദ്രബിന്ദു നസ്രയനായ യേശുവാണ്. 20 നൂറ്റാണ്ടിൽ പരമായി ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്ന ഒരു മരണപ്രസംഗമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിന്റെ മരണമാണ്. എന്താണ് കാരണം? നൂറ്റാണ്ടുകളായി യേശുവിന്റെ മരണം പ്രസംഗിക്കാൻ കാരണമെന്ത്? പ്രിയ സ്നേഹിതരെ, യേശുവിന്റെ മരണം ഉലകത്തിൽ ഒരു വ്യക്തിക്കും അവകാശപ്പെടുവാൻ കഴിയാത്ത മരണമാണ്. അവിടുത്തെ ജനനം, അവിടുത്തെ ജീവിതം, അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പ്, അവിടുത്തെ സ്വർഗാരോഹണം, ഇതെല്ലാം ലോകത്തിൽ ഒരു വ്യക്തിക്കും തുലനം ചെയ്യുവാൻ കഴിയാത്ത നിസ്തുല്യമായ ബന്ധമാണ്. നിസ്തുല്യമായ ബന്ധമാണ്. യേശു ക്രിസ്തുവിന്റെ മരണമെന്ന് പറയുന്നത് അത് സ്വാഭാവിക മരണമല്ല. യേശു ക്രിസ്തുവിന്റെ മരണമെന്ന് പറയുന്നത് അതൊരു ആക്സിഡന്റൽ ഡെത്ത് അല്ല. യേശു ക്രിസ്തുവിന്റെ മരണമെന്ന് പറയുന്നത് അത് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനുള്ള പ്രായശ്ചിത്ത മരണമാണ്. പകരത്തിന് പകരമുള്ള മരണം. അതാണ് വായിച്ച വിശുദ്ധ ബൈബിളിലെ തിരുവെടുത്ത്. മനുഷ്യനോടുള്ള സമീപനത്തിൽ മറ്റ് ഏതൊരു മതഗ്രന്ഥങ്ങളെക്കാൾ ഉത്തമമായ സ്ഥാനം പുലർത്തുന്ന വിശുദ്ധ ബൈബിൾ ഇതൊരു മതഗ്രന്ഥം എന്നതിലുപരിയായി സകല മനുഷ്യനോടുമുള്ള രക്ഷയുടെ സന്ദേശമാണ്. തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന്, പാപവഴികളിൽ നിന്ന്, മദ്യപാനത്തിന്റെ ആസക്തിയിൽ നിന്ന്, മയക്കുമരുന്നുകളുടെ പിടിയിൽ നിന്ന് എങ്ങനെ മോചനം പ്രാപിക്കുവാൻ കഴിയും? അതിന് ഏതൊരു തിന്മയുടെ സ്വാധീനങ്ങളിലേക്ക് നയിച്ചുവിടുന്ന ഈ പാപത്തിന്റെ സമ്പൂർണ്ണ പരിഹാരം വരുന്നതിലൂടെയാണ് അതിന് നമുക്ക് പ്രതിവിധി പ്രാപിക്കുവാനിടയാകുന്നത്. എനിക്ക് മുൻപ് സംസാരിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഓർപ്പിച്ചതുപോലെ ഇവിടെ നിൽക്കുന്ന പലരും യൗവനക്കാർ ഇതൊക്കെ ഞങ്ങൾ സാക്ഷികളായി ഇത് വിളിച്ചു പറയുന്നത് ഒരു കാലത്ത് പാപവഴികളിൽ കൊളരുതാത്തവരായി, സമൂഹത്തിനും കുടുംബങ്ങൾക്കും കൊളരുതാത്തവരായി ജീവിച്ചിരുന്ന, ലക്ഷ്യബോധം എന്തെന്നറിയാതെ ജീവിതമാകമാനം അധമാവസ്ഥയിൽ അന്ധകാരത്തിലായിരുന്ന ഞങ്ങളുടെ ഇരുളും മാറ്റി സാക്ഷാത്തായ ജീവിത ലക്ഷ്യത്തിലേക്ക് ഞങ്ങളെ നയിച്ചത് നസ്രയനായ യേശുവാണ്. യേശുവിന്റെ സുവിശേഷമാണ്. ആത്മഹത്യ ചെയ്യുവാൻ വേറെ പോംവഴിയില്ലാതെ പ്രശ്നങ്ങളുടെ നടുവിൽ നട്ടം തിരിഞ്ഞ് അയ്യം വിളിച്ച നാളുകൾ, ആർക്കും സഹായിക്കാൻ കഴിയാതെ കടബാധ്യതയിൽ ഞെരുങ്ങി നാം ജീവിതം ഹോമിക്കുവാൻ, നശിപ്പിക്കുവാൻ ലക്ഷ്യം വെച്ച നാളുകൾ. എന്നാൽ ആ ദുരാവസ്ഥയിൽ നിന്ന്, ആ സമാധാനമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും പ്രത്യാശയും നൽകുവാനിടയായ യേശു നിങ്ങളെ മാടി വിളിക്കുന്നു. സ്നേഹിത, ഒരു ജാതിക്കോ മതത്തിനോ വർണ്ണത്തിനോ വർഗത്തിനോ വ്യത്യാസമില്ലാതെ സകല ജാതികളെയും സ്നേഹിക്കുന്ന ഉലകത്തിൽ അവൻ സകല മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ഈ താണലോകത്തിലേക്ക് അവതരിച്ച ഒരേ ഒരു അവതാരം അത് ഞാൻ പ്രസംഗിക്കുന്ന നസ്രയനായ യേശുവാണ്. യേശു ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി വന്നതല്ല. യേശു ക്രിസ്ത്യാനിയുടെ മാത്രം ദൈവമല്ല. യേശു സകലരെയും സ്നേഹിക്കുന്നു. ബൈബിൾ ഇപ്രകാരം പാമനെ ഓർപ്പിക്കുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യേശു ക്രൂശിൽ മരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. യേശുവിന്റെ ക്രൂശ് മരണം മാനവജാതിക്ക് വേണ്ടിയുള്ള പ്രായശ്ചിത്ത മരണമാണ്. പാപത്തിന്റെ പരിഹാരത്തിനുള്ള ഏകവും പര്യാപ്തവുമായ പരിഹാര മാർഗമായിട്ടാണ് യേശു ക്രൂശിൽ മരിക്കുവാനിടയായത്. യേശുവിന്റെ ക്രൂശ് മരണത്തിലൂടെ സംഭവിച്ചത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയല്ല യേശു മരിച്ചത്, മുഴുവൻ ലോകത്തെയുമാണ് അവിടെ സ്നേഹിച്ചത്. യേശുവിന്റെ മരണം സകല മാനവജാതിക്കുമുള്ള രക്ഷയുടെ രക്ഷാപദ്ധതിയാണ്. ഇതെങ്ങനെ പ്രാപിക്കാം? ഇത് പ്രാപിക്കാനുള്ള മാർഗം മറ്റ് യാതൊരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങളുടെ യാതൊരു നയാ പൈസയും എൻ്റെ ദൈവം ആവശ്യപ്പെടുന്നില്ല. ഈ രക്ഷ സ്വീകരിക്കാനുള്ള മാർഗം വിശ്വാസമാണ്. ഈ രക്ഷ സൗജന്യമാണ്. എൻ്റെ പ്രിയ സ്നേഹിതരെ, ആയിരിക്കുന്ന സ്ഥാനത്ത് യേശുവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിനും കൂടെ വേണ്ടിയാണ് അങ്ങ് മരിച്ചത് ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ, അവിടുത്തെ ഒരു പൈതലാക്കി എന്നെ തീർക്കണമേ. ഏത് ജാതിയിൽപ്പെട്ടാലും ഏത് സാഹചര്യത്തിലായാലും
നിങ്ങൾ വീടുകളിലോ വീതികളിലോ എവിടെ ഇരുന്ന് ഞങ്ങൾ വീക്ഷിച്ചാലും എൻ്റെ പ്രിയ സ്നേഹിതരെ, ഒരു നിമിഷം ഹൃദയംഗമായി ആത്മാർത്ഥമായി ആര് യേശുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ സമൂല പരിവർത്തനം വരുത്തുവാൻ ഈ യേശുവിൻ്റെ സാന്നിധ്യം മതിയായതാണ്. അതിന് നിങ്ങൾ യാതൊന്നും അർപ്പിക്കേണ്ടതില്ല, അതിന് നിങ്ങൾ യാതൊന്നും കൊടുക്കേണ്ടതില്ല. ഒരു നിമിഷം ഹൃദയംഗമായി ഈ സുവിശേഷത്തിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറക്കൂ, ഈ യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറക്കൂ. സ്നേഹിത, താങ്കൾ കൂടെ വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചത്. സ്നേഹിത, താങ്കളെ യേശു സ്നേഹിക്കുന്നു. ആത്മഹത്യ ചെയ്യരുത്. ആത്മഹത്യ ജീവിതത്തിൽ നിന്നൊരു ഒളിച്ചോട്ടം മാത്രമാണ്, പ്രശ്നങ്ങളുടെ പരിഹാരമല്ല. 100 പ്രതീക്ഷയോട് തലമുറയെ മാന്യമായ വിദ്യാഭ്യാസം നൽകണമെന്നുള്ള പ്രതീക്ഷയിൽ താല്പര്യക്കുറിച്ച് തുടങ്ങിയ തുടക്കമാണ്. എൻ്റെ കുഞ്ഞ് എങ്ങും എത്തിയിട്ടില്ല, പഠനത്തിൽ അവനൊന്നുമായിട്ടില്ല, ഒരു വല്ലാത്ത തകർച്ചയിൽ അവനായിത്തീർന്നു. മയക്കുമരുന്നിൻ്റെ പിടിയിൽപ്പെട്ട്, മദ്യപാന ആസക്തിയിൽപ്പെട്ട് ജീവിതം ഒരു വല്ലാത്ത നിലയിൽ, എൻ്റെ തലമുറയുടെ മദ്യപാന നിമിത്തം, മയക്കുമരുന്നിന് അടിമപ്പെട്ട നിമിത്തം എൻ്റെ കുടുംബം നരകത്തിലാണ്. നരകതുല്യമാണ്. എൻ്റെ ജീവിതത്തിൽ നിരാശയാണ്, ഒരു സമാധാനവുമില്ല. ഭർത്താവിൻ്റെ മദ്യപാന നിമിത്തം, കുഞ്ഞുങ്ങളുടെ വഴിവിട്ട ജീവിത നിമിത്തം, അനാശാസ്യ പ്രവൃത്തികൾ നിമിത്തം ആകുലപ്പെടുന്ന, ഭാരപ്പെടുന്ന ആരെങ്കിലും ഞങ്ങളെ ശ്രമിക്കുന്നെങ്കിൽ, പ്രിയ സുഹൃത്തെ, ജീവിതം ഒന്നേ ഉള്ളൂ, അത് വേഗം തീരും. ഇങ്ങനെ നശിക്കുവാനുള്ളതല്ല. താങ്കളുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. താങ്കളുടെ തലമുറകളെക്കുറിച്ച് സൃഷ്ടിതാവായ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ, ഒരു പുതിയ അധ്യായം കുറിക്കുവാൻ ഈ കർത്താവിന് കഴിയും. യേശു ഒരു ജാതിക്കോ മതത്തിനോ വേണ്ടി വന്ന ദൈവമല്ല, താങ്കൾക്കും കൂടെ വേണ്ടിയാണ് യേശു മരിച്ചത്. ഈ സുവിശേഷം സ്വീകരിപ്പാൻ, യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷകനും കർത്താവുമായി അംഗീകരിപ്പാൻ ആര് തയ്യാറാകും? ഒരു നിമിഷം നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കാം. ഞാൻ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ ദേശത്ത് ഇങ്ങനെയൊരു പരസ്യ മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുമ്പോൾ, ഈ ദേശത്തോട് ഇത് നമ്മുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന ദുഃഖകരമായ വിപത്തിൽ നിന്ന്, മദ്യപാനത്തിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്ന്, ലഹരിക്കടിമപ്പെട്ട അവസ്ഥയിൽ നിന്ന് എങ്ങനെ പ്രതിവിധി എന്താണ്, എങ്ങനെ രക്ഷപ്പെടാം? ടീമങ്ങളെല്ലാം ദയവായി മുന്നോട്ട് വരിക. ഒരുമിച്ച് നിന്ന് നാം ഒരു പാട്ട് പാടി ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മൾ അവസരമെടുക്കും. ഹല്ലേലൂയ. പ്രിയ സ്നേഹിതരെ, ഈ ദേശത്ത് പ്രിയ സുമരചാന്റെ ഭവനത്തോട് ബന്ധപ്പെട്ട് അവരൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ആ പ്രിയ കുടുംബത്തോട് ബന്ധപ്പെട്ട് ഈ ദേശത്ത് ഇങ്ങനെയൊരു മീറ്റിംഗ് ഇവിടെ ക്രമീകരിപ്പാനിടയായി. പ്രിയ സ്നേഹിത, താങ്കളെ ദൈവം സ്നേഹിക്കുന്നു. പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ കുടുംബം യേശുവിന് വിലയേറിയതാണ്. ജാതിക്കും മതത്തിനും അതീതമായി സ്നേഹിക്കുന്ന യേശുവിൻ്റെ സ്നേഹം നിങ്ങളുടെ നിരാശകളെ മാറ്റുവാൻ, നിങ്ങളുടെ ഭാരങ്ങളെ മാറ്റുവാൻ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിധി വരുത്തുവാൻ യേശു മതിയായവനാണ്. ആമേൻ. എൻ്റെ യേശുവിനെ പരിഹരിക്കാൻ കഴിയാത്തതായ പ്രശ്നങ്ങൾ യാതൊന്നുമില്ല. കർത്താവായ യേശുവിനെ വിശ്വസിക്കുക. താങ്കൾ രക്ഷ പ്രാപിപ്പാനുള്ള ഏക രക്ഷാ പദ്ധതി യേശു ക്രിസ്തു താങ്കളെ സ്നേഹിക്കുന്നു. കർത്താവെ, ഞാനൊരു പാപിയാണ്, എന്നെ സഹായിക്കണം, എൻ്റെ പ്രശ്നം എന്നതാണ്, എന്നെ ഒന്ന് രക്ഷിക്കണം. ഹൃദയംഗമായി ആത്മാർത്ഥമായി ഒരു നിമിഷം നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിനോട് പ്രാർത്ഥിക്കുക. യേശു നിങ്ങളെ തൊടുകയാണ്. യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. യേശു നിങ്ങളുടെ ഭവനത്തിലേക്ക് വരികയാണ്. സുവിശേഷത്തിന്റെ ശക്തി നിങ്ങൾ അനുഭവിക്കുകയാണ്. സ്വർഗീയ പിതാവേ, ഈ സന്ദേശം ശ്രമിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തോട് വിളിച്ചറിയിപ്പാനുള്ള രക്ഷാ സന്ദേശം പാപത്തിനടിമപ്പെട്ട് നിരാശരായി, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ലക്ഷ്യബോധമില്ലാത്തവരായി, തകർന്ന കുടുംബങ്ങളായി ഞങ്ങളെ ശ്രമിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഈ സുവിശേഷ സന്ദേശം കേൾവിക്കാരിൽ വലിയ സ്വാധീനമുണ്ടാകട്ടെ. കർത്താവിന്റെ ഇടപെടൽ സംഭവിക്കട്ടെ. ഈ ദേശം ദൈവിക സ്വസ്ഥത അനുഭവിക്കട്ടെ. ഈ ദേശം യേശുവിന്റെ സുവിശേഷത്തിന് വെളിച്ചം ആമേൻ ദർശിക്കുവാനിടയാകട്ടെ.
ദേശത്തിന്റെ ഇരുളും മാറട്ടെ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ആമേൻ. കർത്താവ് അങ്ങനെ ചെയ്തത് കൊണ്ട് സ്തോത്രം. അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തിയത് കൊണ്ട് സ്തോത്രം. അങ്ങയുടെ നാമത്തെ ഉയർത്താൻ കൃപ തന്നതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ പിതാവേ, നമുക്ക് ഒരുമിച്ച് പോയതിനോട് ചേർന്ന് യേശുവിൻ നാമം വിജയിക്കട്ടെ. സാത്താന്യ കോട്ടകൾ തകർന്നിടട്ടെ. ചേർന്ന് കരങ്ങളടിച്ച് പാടി കർത്താവിന്റെ നാമത്തെ നമുക്ക് ഉയർത്താം. വിജയിക്കട്ടെ, സാധാന്യ കോട്ടകൾ തകർന്നിടട്ടെ. യേശുവിൻ നാമം വിജയിക്കട്ടെ, സാധാന്യ കോട്ടകൾ തകർന്നിടട്ടെ. ഉയരട്ടെ, നാമധേയ സംഘങ്ങൾ ഉണർന്നിടട്ടെ. ഉയരട്ടെ, നാമധേയ സംഘങ്ങൾ ഉണർന്നിടട്ടെ.
വിളിച്ചിടുന്നു. വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവിൻ, ഈ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിൽക്കുന്ന APC മാനുവേൽ സഭയുടെ സെക്രട്ടറി ആയിരിക്കുന്ന AC തിമോത്തി അവர்கள் മുന്നോട്ട് വന്ന ചില വാക്കുകൾ ഓർപ്പിക്കുന്നതായി. ദൈവത്തിരുനാമം മാത്രപ്പെടുമാറാകട്ടെ. നെല്ലിക്കുന്ന് ഇമ്മാനുവേൽ IPC സഭയുടെ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശ യാത്രയാണ് ഇന്നിവിടെ ഞങ്ങൾ കടന്നു വരുവാൻ ദൈവം തന്ന സാവകാശങ്ങളൊക്കെ നന്ദി പറയുന്നു. ഈ സന്ദേശ യാത്രയിൽ കൂടെ, ബോധവൽക്കരണ സന്ദേശ യാത്രയിൽ കൂടെ ഞങ്ങളെ എല്ലാവരെയും ഓർപ്പിച്ച നല്ല വചനങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സന്ദേശ കേട്ട ഞങ്ങളുടെ ബഹുമാന്യരായ എല്ലാ നല്ല ശ്രോതാക്കളെയും നാട്ടുകാരെയും അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സന്ദേശയാത്ര നിങ്ങളെ കേൾപ്പിക്കുവാൻ ഇടയായത്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശ്രമിച്ച എല്ലാവരോടുമുള്ള നന്ദിയെ ഇത്തരണത്തിൽ അറിയിക്കുന്നു. ഇന്ന് നല്ല പാട്ടുകൾ പാടി, ആത്മീയ ഗീതങ്ങൾ പാടി സന്തോഷിപ്പിച്ച ഞങ്ങളുടെ IPC ഇമ്മാനുവേൽ ചർച്ചിലെ കൊയർ അവരോട് നന്ദിയെ ഇത്തരത്തിൽ അറിയിക്കുന്നു. അതുപോലെ സന്ദേശങ്ങൾ നൽകിയ പ്രിയ സഞ്ജു വർഗീസിനോടും പ്രിയ ഷാജി അവരോടുമുള്ള നന്ദിയെ ഇത്തരണത്തിൽ അറിയിക്കുന്നു. അവസാനമായി നിങ്ങൾക്ക് പ്രത്യാശയുടെ അതുപോലെ സമാധാനത്തിൻ്റെ സന്ദേശം നൽകി ഞങ്ങളുടെ പ്രിയ പാസ്റ്റർ IPC ഇമ്മാനുവേൽ സഭയുടെ ഇപ്പോഴത്തെ ഞങ്ങളുടെ പാസ്റ്റർ ഷാജിമോൻ കെ അവர்களാണ്. അവരോടുള്ള നന്ദിയും ഇത്തരണത്തിൽ അറിയിക്കുന്നു. ഈ മീറ്റിങ്ങിൽ സംബന്ധിച്ച എല്ലാ സഭാജനങ്ങളെയും ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരോടുമുള്ള നന്ദിയെയും ഇത്തരണത്തിൽ അറിയിക്കുന്നു. പ്രിയ സുകുമാര സഹോദരൻ ഞങ്ങളുടെ സഭയിലെ ഒരംഗമാണ്. അവർ കുടുംബമായി ദൈവത്തെ ആരാധിക്കുന്നു. അവർ ഇതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾക്ക് ഒത്താശകൾ ചെയ്തു. അതോർത്ത് നന്ദി പറയുന്നു. അവരുമായിട്ടുള്ള പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിവരിക്കും. ഞങ്ങളെ ഇതുവരെ ശ്രമിച്ച എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഞങ്ങൾ ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. സർവകൃപാലുവായ ദൈവം നിങ്ങളേവരെയും സഹായിക്കട്ടെ. ലഹരി വിമോചന നാളേക്ക് വേണ്ടി നമുക്ക് കൈകോർക്കാം. തീർച്ചയായും ആ നിലയിൽ ഒരു ശുഭഭാവി ഏവർക്കും യേശുക്രിസ്തുവിലൂടെ സുവിശേഷത്തിലൂടെ ലഭ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വിഷയങ്ങൾ സംബന്ധിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ ആഗ്രഹമുള്ളവർക്ക് ദയവായി ഞങ്ങൾ തന്ന ട്രാക്റ്റിൽ അതിൻ്റെ അഡ്രസ്സുണ്ട്. ഞങ്ങളുടെ ചർച്ചുമായി ബന്ധപ്പെടാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അനേകർ വന്ന് ആശ്വാസം പ്രാപിക്കുകയും ആ നിലയിൽ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. സർവകൃപാലുവായ ദൈവം ഏവരെയും സഹായിക്കട്ടെ. തലകളെ ഉണക്കാം, കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗപിതാവേ, നിങ്ങൾ ഭൂലോകത്തിലെല്ലാം പോയി സകല ശിക്ഷയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. വിശ്വസിക്കും സ്നാനം നൽകുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടും. വിശ്വസിക്കാതെ ശിക്ഷാവധിയിൽപ്പെടും. വിശ്വസിക്കുന്ന പിതാവിന് പുത്രന് പരിശുദ്ധ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചെന്നെ ശിക്ഷരാക്കി കൂടി പറഞ്ഞ കർത്താവ്, ഞാനോ ലോകത്തിൻ്റെ അവസാനത്തെ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ്, അരുമാതരവചനമായി ഹാലീല സമമക്കളായി കരുദാസന്മാരോട് ചേർന്ന കർത്താവ്, ഇവിടെ മാത്രമായി സ്തോത്രം. കർത്താവേ, ഇവിടെ വചനം സംസാരിച്ച മക്കൾക്കായി സ്തോത്രം. ഒടുവിലായി സംസാരദാസനായ സ്തോത്രം. ദൈവമേ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധി ബോധം വരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും ആഴുമായി സംസാരിപ്പാത്തക്കണം. ദൈവമേ, അപ്പാ, ഈ രാജ്യത്ത് നടന്നുകൊടുക്കുന്ന അനുഭവ സാക്ഷികൾ കൂടി അനേക വ്യക്തി ജീവിതങ്ങൾ കൂടി കർത്താവെ ബോധ്യപ്പെടുത്തി വന്നേക്കണം. ദാസനാഴുമായി സംസാരിപ്പാൻ
ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് അവിടുന്ന് എടുത്ത് ഉപയോഗിച്ചതിനായ സ്തോത്രം കർത്താവേ. അപ്പാ കേട്ട ജീവിതങ്ങളാരും നശിച്ചു പോകരുത്, നിത്യജീവൻ പ്രാപിപ്പാൻ കർത്താവേ മദ്യത്തിൽ നിന്ന് മയക്കുമരുന്ന് വിടുതൽ പ്രാപിച്ചു അവരെ മക്കളെ തീരുവാൻ ദൈവമേ നല്ല മനുഷ്യരായി ദേശത്ത് സമൂഹത്തിനും രാജ്യത്തിനും അനുഗ്രഹിക്കപ്പെട്ട മക്കളായി കുടുംബമായി തീരുവാൻ സ്വർഗം മാലിന്യമേ പ്രാർത്ഥിക്കുന്നു. ദൈവമേപ്പാ കടന്നു വന്ന മക്കൾക്കായ സ്തോത്രം. ദൈവമേ കുഞ്ഞുങ്ങളുണ്ടാവും വിദേശത്ത് അറിയിച്ച അവരെല്ലാം രക്ഷിക്കുന്ന വേണ്ട ഒരു കുഞ്ഞു പോലും നശിച്ചു പോകരുത്, നിത്യജീവൻ പ്രാപിപ്പാൻ എല്ലാവർക്കായ സ്വന്തം കൊടുത്തു. ദൈവമേ അറിയില്ല പത്രകർത്താവ് രക്ഷിപ്പാനും സന്ദേശം അറിയിപ്പാനും കർത്താവ് പത്രം വീടുകൾക്കായി പ്രാർത്ഥന കേട്ടിക്കാൻ സ്വന്തം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. നമുക്കെല്ലാവർക്കും ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകുന്നു. യേശു ക്രിസ്തു രാജാതി രാജാവായി വേഗം വരുന്നു, യേശു ക്രിസ്തു രാജാതി രാജാവായി വേഗം വരുന്നു. അഖില ലോക രക്ഷിതാവ് ഈശോ മശിഹായിക്ക് ജയ് ജയ് ജയ്, അഖില ലോക രക്ഷിതാവായ ഈശോ മശിഹായിക്ക് ജയ് ജയ് ജയ്, വന്നവനും വീണ്ടും വരുന്നവനുമായ ഈശോ മശിഹായിക്ക് ജയ് ജയ് ജയ്, വന്നവനും വീണ്ടും വരുന്നവനുമായ ഈശോ മശിഹായിക്ക് ജയ് ജയ് ജയ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പിതൃത്വ പരിശുദ്ധാത്മ ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കൂട്ടായി നിൽക്കാം. നാം ഓർത്ത് പ്രാർത്ഥിച്ച സമസ്ത വിഷയങ്ങളോട് വിശേഷിച്ച് ഈ ദേശത്തിന് വേണ്ടി ഈ തിരുവെടുത്തുകൾ ശ്രമിച്ച എല്ലാവരോടും ഈ ശുശ്രൂഷയിൽ ശ്രമിച്ചവരോട് ഇന്ന് മുതൽ എന്നേക്കും കർത്താവിന്റെ മടങ്ങി വരവരുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ. ഗോഡ് ബ്ലെസ് യു.